ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. വി ഡി സതീശനും സുധാകരനും ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നീണാൾ വാഴട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. സന്ദീപ് വാര്യരെ മുറുകെ പിടിക്കാൻ ഞാൻ സുധാകരനോടും സതീശനോടും വീണ്ടും അഭ്യർത്ഥിക്കുക. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ നിന്ന് അവർക്ക് മാർഗനിർദ്ദേശം നൽകിയ ഒരു നേതാവ് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കോൺഗ്രസിന്റെ ഈ സഹന രാഷ്ട്രീയത്തെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളോടൊപ്പം വന്നത് നമ്മൾ അഭിമാനത്തോടെ നെഞ്ചിലേറ്റുകയാണ്. വർഗീയതയുടെ ഒരു കാളിയനെ കഴുത്തില് അണിയാൻ അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കാൻ കോൺഗ്രസിന് മാത്രമേ പറ്റൂ. അത് കോൺഗ്രസ് തന്നെയാണ് അത് അലങ്കാരമായിട്ട് കൊണ്ടു നടക്കേണ്ടത്. മാധ്യമ ചർച്ചകളിലെ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ മുഖവും ശബ്ദവും ബിജെപിയുടെ സംസ്ഥാന നിർവാഹക സമിതി അംഗവുമായിരുന്ന സന്ദീപ് വാര്യർ അങ്ങനെ പാർട്ടി വിട്ടു. വിദ്വേഷവും വെറുപ്പും ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിലെ പണി മതിയാക്കിയെന്നും ഇറങ്ങിപ്പോകുന്നതിന് ഉത്തരവാദികൾ കെ സുരേന്ദ്രനും സംഘവുമാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ ത്രിവർണ്ണ ഷാൾ വാര്യർ ഇന്ന് കഴുത്തിലണിഞ്ഞത്. സന്ദീപിന്റെ കർണമറച്ചിലിൽ വില കൊടുക്കേണ്ടി വരുന്നത് ആർക്കൊക്കെ? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോൺഗ്രസിന്റെ ഡോക്ടർ ജിൻഡോ ജോൺ, ബി.ജെ.പിയുടെ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇടത് നിരീക്ഷകൻ ഡോക്ടർ ബി ജയരാജ്, രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമ നിരീക്ഷകനുമായ ശ്രീ CR നീലകണ്ഠൻ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം എൻകൗണ്ടർ പ്രൈമിൽ ഉള്ളത്. ശ്രീ ജിൻഡോ ജോൺ, കോൺഗ്രസിന്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന നീക്കത്തിനൊടുവിലാണ് സന്ദീപ് വാര്യർ എന്ന സംഘപരിവാർ ആശയധാരയുടെ വക്താവും അതിൻ്റെ മുഖവും ശബ്ദവുമൊക്കെയായിരുന്ന ബി.ജെ.പിയുടെ സംസ്ഥാന നിർവാഹക സമിതി അംഗമായിരുന്ന ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓരോ രാഷ്ട്രീയ സന്ദിഗ്ധ ഘട്ടങ്ങളിലും സംഘപരിവാർ ആശയങ്ങളെ എല്ലാ കാലത്തും ഉറച്ച ശബ്ദത്തിൽ അതിനുവേണ്ടി നിന്നിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിയത്. പക്ഷേ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അതൊരു വലിയ രാഷ്ട്രീയ വിജയമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് KPCCയുടെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമൊക്കെ സംസാരിക്കുന്നത് കേട്ടു. പക്ഷെ വേറിട്ട് നിന്നത് കോൺഗ്രസിൽ നിന്നും വന്ന കെ മുരളീധരന്റെ ശബ്ദമായിരുന്നു. സന്ദീപ് വാര്യർ ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള ഈ രാഹുൽ ഗാന്ധിയെ കുറിച്ച് നടത്തിയിട്ടുള്ള പരാമർശങ്ങളും സന്ദീപ് വാര്യർ ഗാന്ധി വധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. അദ്ദേഹം സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ സന്ദീപ് വാര്യരെ, അതേസമയം തന്നെ ഈ സ്നേഹത്തിന്റെ കടയിൽ അംഗത്വം എന്നും ഉണ്ടാകണം എന്ന് പരിഹാസ രൂപേണ പറയുന്നതും കേട്ടു. എങ്ങനെയാണ് കോൺഗ്രസിന് ഇതൊരു രാഷ്ട്രീയ വിജയമായി, ഇതൊരു ഫലപ്രദമായ രാഷ്ട്രീയ നീക്കമായി അണികൾക്കിടയിൽ അവതരിപ്പിക്കാൻ കഴിയുക? സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് കോൺഗ്രസിന് എന്ത് മേന്മ? ഗോപി, ഇതില് സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് എന്ത് മേന്മ എന്നുള്ളതിനേക്കാൾ അപ്പുറം കോൺഗ്രസിന്റെ UDFന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പാലക്കാട് മത്സരിക്കുന്ന കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം, ആ വിജയത്തിന്റെ ഭൂരിപക്ഷം കുറെ കൂടി വർദ്ധിക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ഈ സംസ്ഥാനം കഴിഞ്ഞ 8.25 വർഷമായിട്ട് ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ CPMോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ചിട്ട് ധൈര്യപൂർവ്വം ചർച്ച ചെയ്യാൻ BJPയോ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലൊക്കെ ഓരോ ഘട്ടത്തിലും BJPയും CPMും ഒന്നിച്ചു നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും പൊട്ടിപ്പാളീസാകുന്ന ഘട്ടത്തിലാണ് സന്ദീപ് വാര്യർ പോലും ഇപ്പോൾ കോൺഗ്രസിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും സന്ദീപ് വാര്യരുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ BJPയോടൊപ്പം നിൽക്കുന്ന സമയത്ത് ഒരു വക്താവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ, ആശയധാരകളോടൊന്നും 1% പോലും ഞങ്ങൾക്ക് യോജിപ്പുണ്ടായിരുന്നില്ല, യോജിപ്പുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഒരു രാഷ്ട്രീയ വിശദീകരണവും യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ കോൺഗ്രസിലേക്കുള്ള വരവിന് നൽകിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് താൻ ഈ പാർട്ടി വിടുന്നതിന് ഉത്തരവാദി സുരേന്ദ്രനും സംഘവുമാണ്. അവിടെ ഒരു ഏകാധിപത്യ പ്രവണത നിൽക്കുന്നു. അവിടെ അർഹമായ പരിഗണന കിട്ടുന്നില്ല. അവിടെ താൻ സ്നേഹവും പരിഗണനയും തണലും കരുതലുമൊക്കെ പ്രതീക്ഷിച്ചു. അതൊന്നും ആ പാർട്ടിയിൽ നിന്ന് കിട്ടിയില്ല. ഇതാണ് സന്ദീപ് വാര്യർ പറഞ്ഞ ഒരു കാരണം. അപ്പോൾ സന്ദീപ് വാര്യർ ഉപാധികളൊന്നും ഇല്ലാതെ കോൺഗ്രസിലേക്ക് വന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസമായ ഒരു വിശദീകരണമാണ്, ഒരു സാഹചര്യമായി സന്ദീപ് വാര്യർ തന്നെ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ കേൾക്കുന്നത് ഒറ്റപ്പാലം സീറ്റ്
സരിൻ പോയല്ലോ ഏതായാലും അപ്പുറത്തേക്ക്, അപ്പോൾ ഒറ്റപ്പാലം സീറ്റ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുക്കാം എന്ന് സന്ദീപിന് ഒരു വാഗ്ദാനം കൊടുത്തു. അങ്ങനെ സ്ഥാനമോഹിയായ ഒരാൾ മെച്ചപ്പെട്ട കസേര കണ്ട് ഈ പാർട്ടിയിലേക്ക് വന്നു എന്ന നിഗമനത്തിലേക്കും ആളുകൾ എത്തുന്നുണ്ട്. ഗോപി, അതിൽ ഉപാധിയുണ്ട്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് UDF-ലേക്ക് വന്നതിന് കൃത്യമായിട്ടുള്ള ഉപാധിയുണ്ട്. അത് സന്ദീപ് വാര്യറിന്റെ ഇന്ന് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള, CPM-ന്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അതാണല്ലോ. കാരണം വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തു എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങൾ കൊടുക്കുന്ന ഉപാധി. സന്ദീപ് വാര്യറിന് അത്രയും BJP-ക്ക് വേണ്ടിയിട്ട്, സംഘപരിവാറിന് വേണ്ടിയിട്ട്, RSS-ന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം പോലും പൊതുസമൂഹത്തിന് മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള പ്രചരണം നടത്തിയിട്ട് പോലും അദ്ദേഹത്തിന് അർഹമായ പ്രാധാന്യം, അർഹമായ പരിഗണന കിട്ടാതെ വരുമ്പോൾ ഈ സ്നേഹത്തിന്റെ കടയിൽ അദ്ദേഹത്തിന് തുല്യമായിട്ടുള്ള സ്നേഹവും പരിഗണനയും കിട്ടുമെന്നുള്ള ഉപാധിയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ താങ്കൾ പറഞ്ഞിട്ടുള്ളതുപോലെ ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നത് പോലെയുള്ള ഒറ്റപ്പാലം സീറ്റോ മറ്റേതെങ്കിലും സീറ്റോ അല്ല. സന്ദീപ് വാര്യരുടെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇന്ന് നമ്മളുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, CPM പറഞ്ഞതുപോലുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കോൺഗ്രസിന്റെ സ്നേഹത്തിന്റെ കടയിലെ മെമ്പർഷിപ്പ് എടുക്കുന്നു. വെറുപ്പിന്റെ ഫാക്ടറിയിലെ ആ കൂലി തൊഴിലാളിയുടെ പണി അവസാനിപ്പിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP-യുടെ സംഘപരിവാറിന്റെ പ്രവർത്തകരായിട്ട് നിൽക്കുന്ന ആരായാലും അവർ നാളെ അവരുടെ ആശയധാരകളിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട്, വ്യതിചലിച്ചുകൊണ്ട്, നയമാറ്റം വരുത്തിക്കൊണ്ട് BJP-യുടെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടാതെ പോയതും കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ അരുമയായി മാറാത്തതും, പ്രതീക്ഷിച്ച തരത്തിൽ ഈ പാർട്ടിക്കകത്ത് സ്ഥാനങ്ങളുടെ കാര്യത്തിൽ വേണ്ട പരിഗണന കിട്ടിയില്ല എന്നുമൊക്കെയുള്ള ആ ഒരു വിഷമവും പരിഭവത്തിനും അപ്പുറത്ത് മറ്റ് എന്ത് പുതിയ കാരണമാണ്? ഇപ്പോൾ അന്ന് പറഞ്ഞ ഈ മതനിരപേക്ഷ രാഷ്ട്രീയത്തോടാണ് താല്പര്യം, അല്ലെങ്കിൽ എനിക്കൊപ്പം അങ്ങനെ മതങ്ങളുടെ പേരിൽ ആളുകളെ വിഭജിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല, ആ തരത്തിൽ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ സന്ദീപ് വാര്യർ ഇപ്പോൾ പറയുന്നതിനെ ഏത് കണ്ണോടുകൂടിയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം സ്വീകരിക്കേണ്ടത്? സന്ദീപ് വാര്യർ കാലാകാലങ്ങളായി എടുത്തിട്ടുള്ള നിലപാടുകൾ എന്താണ്? ഏതൊക്കെ വിഷയത്തിന് വേണ്ടിയാണ് സന്ദീപ് വാര്യർ ശബ്ദമുയർത്തിയിട്ടുള്ളത്? ഏത് രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചാണ് സന്ദീപ് വാര്യർ വാദോരാതെ പറഞ്ഞിട്ടുള്ളത്? സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിൻ്റെ കാവലാളായി സന്ദീപ് വാര്യർ ഈ ചാനൽ ചർച്ചകളിൽ മാറിയതൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ബുദ്ധിയിലും ഓർമ്മയിലും ഉണ്ടല്ലോ. അതൊക്കെ ഒരു ഒറ്റ ദിവസത്തെ കരണം മറച്ചിലിൽ മാഞ്ഞു പോകുന്നതല്ലല്ലോ ജിൻഡോ. അപ്പോഴൊരു രാഷ്ട്രീയ വിശദീകരണം വേണം. അത് നടത്തിയോ എന്നാണ് എൻ്റെ ചോദ്യം. കൃത്യമായിട്ട് വിശദീകരണം നടത്തിയുള്ള ഗോപി. ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൽ ആകർഷനായിട്ടാണ് സന്ദീപ് വാര്യർ വരുന്നത്. അദ്ദേഹത്തിന് BJP-യിൽ നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ വലിയ രീതിയിലുള്ള അവഗണന നേരിട്ടിട്ടുണ്ടെന്ന് അദ്ദേഹവും പറയുന്നു. കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. അങ്ങനെ അവഗണന നേരിട്ടിട്ടുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ സംഘപരിവാറിന്റെ നാക്കായും വാക്കായും പ്രവർത്തിച്ച സന്ദീപ് വാര്യരെ അവിടെ അവഗണന നേരിട്ടത് എന്തിന്റെ പേരില? ഈ കുഴൽപ്പണ കേസിൽ സുരേന്ദ്രൻ അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാത്തത് കൊണ്ടും സുരേന്ദ്രനും പിണറായി വിജയനും തമ്മിലുള്ള അന്തർധാരയ്ക്കെതിരെ ശക്തമായ നിലപാട് BJP-ക്ക് അകത്തെടുത്തതിന്റെ പേരിലുമൊക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടപ്പോൾ അതിനെതിരായിട്ടുള്ള ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടതിന്റെ പേരിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നു. ഇത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ തീരുമാനമാണല്ലോ. അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് ന്യായീകരിക്കാമെങ്കിൽ ഇതേ കാരണങ്ങൾ പറഞ്ഞ നിങ്ങളുടെ അടുത്ത് നിന്ന് CPM-ലേക്ക് പോയ ഡോക്ടർ സരിനും അവിടെ ന്യായീകരിക്കപ്പെടുകയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും. അല്ല ഗോപി, എനിക്ക് പൂർത്തിയാക്കാൻ ഒരു അവസരം തന്നെ. എനിക്ക് ഒത്തിരി സമയമൊന്നും വേണ്ട. ഇവിടെ സരിനെയും സന്ദീപ് വാര്യരെയും നമ്മൾ എങ്ങനെയാ ഇക്വേറ്റ് ചെയ്യുന്നത്? സരിൻ പോയത് എന്തിന്റെ പേരില? സരിൻ പോയത് സരിന് സീറ്റ് കിട്ടാത്തതിന്റെ പേരിലാണ്. സന്ദീപ് വാര്യരെ വിശ്വസിക്കാമെങ്കിൽ സരിനെയും വിശ്വസിക്കാമല്ലോ ജിൻഡോ. സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ തന്നെയാണ് സരിൻ പറഞ്ഞത്. ഇവിടെ ഒരുപറ്റം ആളുകൾ അവരുടെ താല്പര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഷാഫിയുടെ നിലയ്ക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. നേതൃത്വത്തിലെ ഒരു വിഭാഗം VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെതിരെ പറയാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം വാക്കുകളിൽ ഈ വിയോജിപ്പുകൾ പറഞ്ഞുകൊണ്ടാണ് സരിൻ പോയത്. അപ്പൊ സന്ദീപിനെ വിശ്വസിക്കാമെങ്കിൽ സരിനെയും വിശ്വസിക്കാമല്ലോ. എന്തിനാ വിശ്വസിക്കണം? അല്ല, അത് ഗോപി അങ്ങനെ കാണുന്നത് എങ്ങനെയാ? സന്ദീപ് വാര്യർ വന്നത് എപ്പോഴാ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് BJP-യുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ആ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൂടി അദ്ദേഹം ഉൾപ്പെടെ ചാനൽ ചർച്ചകളിൽ അദ്ദേഹം ഉൾപ്പെടെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് ആ പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസത്തോട്ട് അദ്ദേഹം പുറത്തു വരുന്നത്. അദ്ദേഹം പുറത്തേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ക്ലിയർ സ്റ്റാൻഡ് ആണെന്ന് പറഞ്ഞ് CPM ഉൾപ്പെടെയുള്ള പാർട്ടികളാണ്, കോൺഗ്രസ് അല്ലല്ലോ. അദ്ദേഹത്തിന്റെ നിലപാടെടുത്തു, കോൺഗ്രസിൽ ചേരാൻ വേണ്ടി നിലപാടെടുത്തു. CPM-ഉം CPI-യും അദ്ദേഹത്തിന് വേണ്ടി വാതിൽ
തുറന്നിട്ട് കൊടുത്തിട്ടും ഏറ്റവും മതനിരപേക്ഷ പാർട്ടി എന്നുള്ള കോൺഗ്രസിന്റെ ബോധ്യത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്നു. ഇനി താങ്കൾ സരിനെ കുറിച്ച് പറയുന്നു. സരിനെ വിശ്വാസത്തിലെടുക്കാം എന്ന് പറഞ്ഞത് ആകെ കേരളത്തിൽ CPM മാത്രമാണ്. സരിനെ വിശ്വാസത്തിലെടുക്കാൻ കൊഴിഞ്ഞാമ്പാറയിലെ CPMന്റെ ലോക്കൽ കമ്മിറ്റി തയ്യാറല്ല. സരിനെ വിശ്വാസത്തിലെടുക്കാൻ എന്തിന് EP ജയരാജന്റെ ആത്മകഥയിൽ പോലും സരിനെ വിശ്വാസത്തിലെടുക്കുന്നില്ല. അതാണ് താങ്കളുടെ വാദമെങ്കിൽ സന്ദീപ് വാര്യരെ വിശ്വാസത്തിലെടുക്കാൻ കെ കരുണാകരന്റെ മകൻ MLA നിങ്ങളുടെ ഏറ്റവും ക്ഷമിക്കണം കെ കരുണാകരന്റെ മകൻ കെ മുരളീധരന് സാധ്യമായിട്ടില്ല വിശ്വാസത്തിലെടുക്കാൻ. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത് ഈ സ്നേഹത്തിന്റെ കടയിലെ അംഗത്വമൊക്കെ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാലും കാണണം, പിന്നെയും വെറുപ്പിന്റെ കടയിൽ പോയിട്ട് അംഗത്വം പുതുക്കാൻ നിൽക്കരുത് എന്ന് ഈ എടുത്ത ദിവസം തന്നെ ആദ്യ പ്രതികരണത്തിൽ തന്നെ കെ മുരളീധരൻ പറഞ്ഞത് അവിശ്വാസമല്ലെങ്കിൽ പിന്നെന്താണ്? ഗോപി, ഞാൻ ഈ താങ്കൾ ചോദിച്ച ഈ ചോദ്യത്തിന് മറുപടി പറയാം. അതിനു മുമ്പ് എനിക്ക് ആദ്യം ചോദിച്ച ഭാഗത്ത് നിന്ന് എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം സരിനും സന്ദീപ് വാര്യരുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പൊതുസമൂഹത്തിന് കേൾക്കണമല്ലോ. സരിൻ പുറത്തു വരുന്നത് എപ്പോഴാ? UDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ അതിനെതിരെ കലാപക്കൊടി ഉയർത്തിക്കൊണ്ടാണ് സരിൻ പുറത്തു വരുന്നത്. സരിൻ മറ്റേതെങ്കിലും ഒരു ചെറുപ്പക്കാരന് സീറ്റ് കിട്ടാത്തതിന്റെ പേരിലല്ല, സരിന് സീറ്റ് കിട്ടാത്തതിന്റെ പേരിലാണ് സരിൻ കലാപക്കൊടി ഉയർത്തി പുറത്തു വരുന്നത്, അല്ലേ? സരിൻ അതിനുശേഷം BJP-യുമായിട്ട് സംസാരിക്കുന്നു, അതിനുശേഷം CPM-ഉമായിട്ട് സംസാരിക്കുന്നു. സീറ്റ് കിട്ടുന്നത് CPM-ലാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹം CPM-ൽ ചേരുന്നു. സന്ദീപ് വാര്യർ അങ്ങനെയാണോ ചേർന്നത്? സന്ദീപ് വാര്യർ ഈ പാർട്ടിയിൽ ഉപാധികളില്ലാതെ വരുന്നത്. ഒറ്റ ഉപാധിയേ ഉള്ളൂ. വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നു എന്ന ഒറ്റ ഉപാധിയുടെ പുറത്ത്, സ്നേഹത്തിന്റെ പുറത്ത് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേരുന്നത് പോലെയല്ല സരിൻ സീറ്റിന് വേണ്ടിയിട്ട് CPM-ലേക്ക് പോയത്. ചിഹ്നം പോലും ഇല്ലാതെ CPM-ൽ പോയി മത്സരിക്കുന്ന സരിനെയും സന്ദീപ് വാര്യരെയും ഇക്വേറ്റ് ചെയ്യാൻ പാടില്ല. ഇനി താങ്കൾ ചോദിച്ച ചോദ്യം ഞാൻ അതിൽ സ്കിപ്പ് ചെയ്യുന്നില്ല. കെ മുരളീധരൻ പറഞ്ഞ പ്രസ്താവനയിൽ എന്താണ് കുഴപ്പമുള്ളത്? സന്ദീപ് വാര്യർ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത നിലപാടുകളോടൊപ്പം ആ നിലപാടുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് കടന്നു വരുമ്പോൾ നാളുകളിൽ അദ്ദേഹം തിരിച്ചു പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിലെന്താ ഒരു തെറ്റുള്ളത്? സന്ദീപ് വാര്യർ ഇന്ന് പറയുന്നതും സന്ദീപ് വാര്യരെ സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞതും കെ മുരളീധരൻ പറഞ്ഞ ഒറ്റ വാദം തന്നെയാണ്. അത് പറയേണ്ട സമയവും സന്ദർഭവുമായിരുന്നു ഇത്. അതായത് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നു, അത് വലിയ രാഷ്ട്രീയ വിജയമാണെന്നും ഞങ്ങൾക്ക് സന്ദീപ് വാര്യരെ കിട്ടിയതിൽ അഭിമാനമുണ്ടെന്നും KPCCയുടെ അധ്യക്ഷൻ പറഞ്ഞ് നാക്ക് വായിലേക്ക് എടുത്തിട്ടിട്ടില്ല. അപ്പോഴേക്ക് പറഞ്ഞു കെ മുരളീധരൻ സന്ദീപ് വാര്യരുടെ പഴയകാല പ്രവർത്തനങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനിയും സന്ദീപ് വാര്യർ ഈ സ്നേഹത്തിന്റെ കടയിൽ അംഗത്വമായി എല്ലാ കാലവും ഉണ്ടാകണം എന്നൊരു പരിഹാസ സ്വരത്തിൽ താക്കീത് ചെയ്തുകൊണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ B ജയരാജ്, അതിനുള്ള മറുപടിക്ക് ഞാൻ സമയം തരാം. ഡോക്ടർ B ജയരാജ്, താങ്കളിലേക്കുള്ള ചോദ്യം വരുന്നതിന് മുൻപ് ഇന്ന് ആദ്യം ഈ MP രാജേഷ് ഇന്ന് ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതിനെ വിശേഷിപ്പിച്ചത് വർഗീയ വിഷമുള്ള കാളിയനെ കഴുത്തിലണിയാൻ ഏറ്റവും യോജിച്ചത് കോൺഗ്രസ് ആണ് എന്നാണ്. AK ബാലൻ സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞ ആ നല്ല വാക്കുകൾ നമ്മുടെ കാതുകളിൽ നിന്ന് പോയിട്ടില്ല. MP രാജേഷ് അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും രണ്ടും രണ്ടാണെന്നുള്ള കാര്യവും നമ്മൾ മറന്നുപോയി കാണില്ല. അതുകൊണ്ട് MP രാജേഷ് അന്നും ഇന്നും പറഞ്ഞതൊന്ന് നമുക്ക് കേൾക്കാം, എന്നിട്ട് ഞാൻ താങ്കളിലേക്ക് ചോദ്യവുമായി വരാം. രാഷ്ട്രീയമായി ഞങ്ങളോട് യോജിക്കാവുന്ന നിലപാടുള്ള ആരെയും ഉൾക്കൊള്ളാൻ വിരോധമില്ല. ഇപ്പോഴുള്ള രാഷ്ട്രീയ നിലപാടിൽ നിന്ന് അദ്ദേഹം മാറുമെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാവുന്നതാണ്. നിരപേക്ഷമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചാൽ ഇടതുപക്ഷത്തോട് സഹകരിക്കാനുള്ള ഒരു മനോഭാവം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം മുന്നുപാധി എന്നുള്ളത് മതനിരപേക്ഷ നിലപാടാണ്. അതാണ് ഞങ്ങൾ നോക്കുന്നത്. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയുടെ പ്രശ്നം വരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയാണെങ്കിൽ എന്തിനാണ് വാതിൽ കൊട്ടിയടയ്ക്കുന്നത്? വർഗീയതയുടെ ഒരു കാളിയനെ കഴുത്തില് അണിയാൻ അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കാൻ കോൺഗ്രസിന് മാത്രമേ പറ്റൂ. അത് കോൺഗ്രസ് തന്നെയാണ് അത് അലങ്കാരമായിട്ട് കൊണ്ടു നടക്കേണ്ടത്. ഡോക്ടർ B ജയരാജ്, അന്ന് ഈ MP രാജേഷ് പറഞ്ഞ അവസാന വാചകം താങ്കൾ കേട്ടല്ലോ അല്ലേ? എന്തിനാണ് വാതിൽ കൊട്ടിയടയ്ക്കുന്നത്? എന്താണ് കണ്ടീഷൻ? അതായത് മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാകണം. ഇതൊരു പരോക്ഷ ക്ഷണമല്ലെങ്കിൽ പിന്നെ എന്താണ് ഡോക്ടർ B ജയരാജ്? അപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊന്നുമല്ല. സന്ദീപ് വാര്യർ ചേരേണ്ട അടുത്ത് തന്നെ ചേർന്നു. കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസും BJPയും തമ്മിൽ പ്രത്യയശാസ്ത്രത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അവർ തമ്മിൽ പിന്തുടരുന്ന ഒന്ന് സോഫ്റ്റ് ഹിന്ദുത്വമാണെങ്കിൽ ഒന്ന് മറ്റേത് ഹാർഡ് ഹിന്ദുത്വമാണ്. അതുകൊണ്ടാണല്ലോ പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി രാമക്ഷേത്ര നിർമ്മാണത്തിന് ഇത് കൊടുത്തത്, ഏതാണ് സിൽവർ കട്ടയാണല്ലോ കൊടുത്തത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അവരുടെ ഭർത്താവ് മറ്റേ ഇതിനകത്തുനിന്ന് ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽ 170 കോടി രൂപ BJP കൊടുത്തത്. അപ്പോൾ ഇവർ തമ്മിൽ ഈ ആയാറാം ഗയറാം പൊളിറ്റിക്സൊക്കെ നമ്മൾ ഉത്തർപ്രദേശിൽ മാത്രമല്ല കാണുന്നത്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ മാത്രമല്ല കാണുന്നത്, കേരളത്തിലേക്ക് കടന്നു കയറുന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കാണിക്കുന്നത്. കാര്യം പ്രത്യയശാസ്ത്ര നിലപാടുകളാണ്
ഒരാളെ മാറ്റുന്നത്. കോൺഗ്രസിന്റെ വി ഡി സതീശനും സന്ദീപ് വാര്യരുമായിട്ട് എനിക്ക് യാതൊരു വ്യത്യാസവും തോന്നുന്നില്ല. അവരുടെ നിലപാടുകളെല്ലാം ഒന്ന് തന്നെ ആയിട്ടാണ് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കുന്നത്. വി ഡി സതീശൻ അവിടെ സവർക്കറുടെ പടത്തിന് മുമ്പിൽ പോയി വിളക്ക് കത്തിക്കുന്നതും അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നതും ഒക്കെ അതൊക്കെ ആരും ചോദ്യം ചെയ്യുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്നെ കൗതുകരമായിട്ട് എനിക്ക് തോന്നിയത്, ഇന്ന് സന്ദീപ് വാര്യരുടെ തീർച്ചയായിട്ടും, കാരണം CPM-ലേക്ക് ഒരാൾ വരുമ്പോഴത്തേക്കും ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും മനസ്സിലാക്കിയതിന് ശേഷം ആ പാർട്ടി പരിപാടിയുമായിട്ട് അംഗീകരിച്ച് പോവുകയാണെങ്കിൽ മാത്രമാണ് പാർട്ടിയിലേക്ക് വരുന്നത്. അല്ലാതെ ഒരു ഓഫർ കൊടുത്തൊന്നും ആരെയും കൊണ്ടുവരാറില്ല. ഇതുവരെ ഒരു ഓഫർ ആർക്കും എന്താണ് പറഞ്ഞത്? ഇവിടെ ജനിക്കുന്ന ആളുകളുടെ DNA ആണ് ഈ അതായത് ഇന്ത്യ എന്ന ആശയത്തെ, ഭാരതം എന്ന ആശയത്തെ രൂപപ്പെടുത്തുന്നത് കോൺഗ്രസ് ആണ്. ഇവിടെ ജനിക്കുന്ന ഓരോ പൗരന്റെയും DNA ആണത്. അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിലേക്ക് വരുന്നതെന്ന്. അത് ഈ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തെ ആലിംഗനം ചെയ്യുക അല്ലാതെ പിന്നെന്താണ്? തീർച്ചയായിട്ടും അതല്ലേ ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞത് ഈ അമിത നാഷണാലിറ്റി എന്ന് പറയുന്നത്, കപട ദേശീയത എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ്സുകാരും BJP-ക്കാരും തരാതരെടുത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതിനെ മതേതരം, സെക്യുലർ എന്നുള്ള ഒരു വാക്കെടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം കോൺഗ്രസ് മതേതര പാർട്ടിയൊന്നും ആവുന്നില്ല. പല സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണ്ണയം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായി മതേതര സ്റ്റാൻഡൊന്നുമല്ല കോൺഗ്രസ് എടുക്കുന്നത്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് ചേർന്നു പോകാൻ പറ്റുന്ന ഒരു പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. അതുമല്ല വലിയ ഓഫറുകളും കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിനുള്ള ശ്രമം ഇപ്പോൾ ഈ വി ഡി സതീശനും കെ സുധാകരനും ഒന്നും നടത്തിയില്ലായിരുന്നെങ്കിൽ അത് AK ബാലനും MP രാജേഷും ഒക്കെ ഒരുപക്ഷെ നടത്തുമായിരുന്നു. ഇപ്പോൾ AK ബാലൻ തന്നെ പറഞ്ഞു നല്ലവനായ മനുഷ്യൻ. ഇപ്പോൾ AK ബാലൻ അന്ന് പറഞ്ഞുകൂടി ഒന്ന് കേൾക്കാം. ഒരൊറ്റ നിമിഷമേ AK ബാലൻ പറഞ്ഞതുകൂടി ഒന്ന് കേൾക്കാം. വ്യക്തിപരമായി നല്ല മനുഷ്യനാണ് അദ്ദേഹം. ദാർശനിക തലത്തിൽ നിന്ന് നോക്കിയാൽ ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയെടുത്തോളം RSSുമായി പൊരുത്തപ്പെട്ടു പോകുന്നൊരു മനസ്സല്ല, പല കാരണങ്ങളാൽ. അപ്പോൾ ശക്തമായിട്ടുള്ള നിലപാട് അദ്ദേഹത്തിന് അവരുടെ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടും RSSന്റെ സമീപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തൊരു സ്നേഹത്തോടു കൂടിയാണ് AK ബാലൻ ഈ വരികൾ പറഞ്ഞിരിക്കുന്നത്. വ്യക്തിപരമായി വളരെ നല്ല മനുഷ്യൻ, ദാർശനികമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഈ RSS മനസ്സുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്നേയില്ല. അപ്പോൾ ഈ AK ബാലനും MP രാജേഷും ഒക്കെ അന്ന് പറഞ്ഞത് പരോക്ഷമായി ഞങ്ങൾ റെഡിയാണ് സ്വീകരിക്കാൻ എന്നല്ലെങ്കിൽ പിന്നെ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ സന്ദീപ് വാര്യറിന്റെ ഈ ഇന്നത്തെ കോൺഗ്രസ് പ്രവേശം മാധ്യമപ്രവർത്തകർ മാലപ്പടക്കം പൊട്ടിച്ചാണ് സ്വീകരിച്ചത്. ആ സമയം സരിൻ ഇടതുപക്ഷത്തേക്ക് വന്നപ്പോഴോ ഈ സമീപനമാണോ സ്വീകരിച്ചത്? ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ പരിശോധിക്കേണ്ടതാണ്. കേരളത്തിലെ മാധ്യമങ്ങളുടെ മുന്നിൽ ഇതെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ തരാതരമല്ലോ ഈ മലക്കമറിച്ചിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തരാതരമായ മലക്കമറിച്ചിലൊന്നും അല്ല. അതിനകത്ത് CPM-ന് കൃത്യമായ നിലപാടുണ്ട്, LDF-ന് കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാടുകളുമായിട്ട് ഒത്തുചേർന്ന് പോവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരാളെ ഇതിനകത്ത്. അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം. അഭിപ്രായങ്ങൾ ഇപ്പം പറയുന്നതൊന്നും നമ്മൾ അഭിപ്രായം ഇരുമ്പിലൊക്കെ ഒന്നും അല്ലല്ലോ. അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ഇരിക്കും. പക്ഷേ ഈ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ ആയിട്ട് എടുക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. ഒരുപക്ഷെ താങ്കൾ ആ മാന്യത കാണിച്ചല്ലോ, അതായത് അഭിപ്രായം ഇരുമ്പുലൊക്കെ അല്ല എന്ന് താങ്കൾ പറഞ്ഞല്ലോ. അതിന് ഞാൻ വളരെ മാന്യമായ ഒരു സമീപനമായി തന്നെ കാണുന്നു. കാരണം ശരിയാണ്, അഭിപ്രായം ഇരുമ്പുലൊക്കെ അല്ല. ആ പ്രശ്നം തന്നെ സന്ദീപിനും ഉള്ളൂ. അന്ന് അദ്ദേഹം അഭിപ്രായം പറഞ്ഞു, അത് ഇരുമ്പുലൊക്കെ നമ്മൾ കാണണ്ട. അദ്ദേഹം ഈ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തോട് ചേരാൻ തീരുമാനിച്ചു. അദ്ദേഹം അതിനെ സ്വീകരിക്കാൻ തയ്യാറായി. കോൺഗ്രസ് അതിനുള്ള ഒരു വാതിൽ തുറന്നു കൊടുത്തു. അദ്ദേഹം ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി. അപ്പോൾ തന്നെ വന്നു വർഗീയത തുപ്പുന്ന കാളിയനെ കഴുത്തിൽ അണിയിക്കാൻ ഏറ്റവും നല്ലത് കോൺഗ്രസ് ആണെന്ന് MP രാജേഷിന് പറയാൻ പറ്റി ഉടനെ തന്നെ. ഇതിനകത്തുള്ളൊരു വിഷയം എന്താണെന്ന് അറിയാം ഗോപികൃഷ്ണൻ. ഗാന്ധിജിയെ വളരെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് വന്നു എന്ന് പറഞ്ഞ് ഒരു കൺട്രോവേഴ്സ്യൽ സ്റ്റേറ്റ്മെന്റ് നടത്തിയ ആളാണ് സന്ദീപ് വാര്യർ എന്നുള്ള കാര്യം മറക്കാതിരുന്നൂടാ. ഇതൊക്കെ കോൺഗ്രസ്സുകാർ തന്നെ കേൾക്കണം. ഇപ്പോൾ ഗാന്ധിയന്മാരായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തും മറ്റു പാർട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഗാന്ധിയന്മാർ. ഗാന്ധിയും ഗാന്ധിസും ഒക്കെ എന്നെ വഴിയിൽ കളഞ്ഞ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് മാറിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ മതേതരത്വ മൂല്യങ്ങൾ പലപ്പോഴും വഴിയിൽ ഉപേക്ഷിച്ചത് കൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടതെന്ന് കരുതുന്ന ഒരാളാണ്. ഈ സോഫ്റ്റ് ഹിന്ദുത്വ സമീപനം എന്ന് തുടങ്ങിയോ അന്ന് കോൺഗ്രസിന്റെ പതനം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു.
ശരി ശരി, ഞാൻ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അവരുടെ ഡോക്ടർ ബി ജയരാജ്, ഞാൻ പ്രത്യയശാസ്ത്രവുമായി താങ്കളിലേക്ക് വരാം. ഏറ്റവും ചേർന്ന് പോകാവുന്ന ശ്രീ ഒരു ഉല്ലാസ് പാർട്ടി ബാബു ബി ജെ കോൺഗ്രസ് പിയുടെ തന്നെയാണ്. പ്രതിനിധി, അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ എന്നിവർ കൂടി ഈ പാനലിൽ നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ മറ്റ് ഈ രണ്ട് അതിഥികളിലേക്കും വരാം. ഞാനൊരു ചെറിയ ഇടവേള എടുക്കട്ടെ. ഇടവേളയുടെ സമയമായതുകൊണ്ടാണ് ശ്രീ CR, ശ്രീ ഉല്ലാസ് ബാബു, ഞാൻ നിങ്ങളിലേക്ക് തിരികെ വരാം. വളരെ ചെറിയൊരു ഇടവേള, നമുക്ക് വളരെ വേഗം തിരികെ എത്താം. സന്ദീപ് വാര്യർ നൽകിയത് BJP ക്ക് ഒരു വൻ ഷോക്കാണോ? സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുന്നത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾക്കാണ് ഇടവരുത്തുക? BJP-യുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഇനി എന്തെങ്കിലും വെടി പൊട്ടിക്കാൻ സന്ദീപ് വാര്യർക്ക് കഴിയുമോ? ഇതൊക്കെയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. BJP-യുടെ പ്രതിനിധി ശ്രീ ഉല്ലാസ് ബാബു, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ എന്നിവർ കൂടി നമ്മുടെ ഈ പാനലിന്റെ ഭാഗമാവുകയാണ്. ശ്രീ ഉല്ലാസ് ബാബു, BJP-യുടെ സംസ്ഥാന കമ്മിറ്റി അംഗം മറ്റൊരു പാർട്ടിയിലേക്ക്, കോൺഗ്രസിലേക്ക് പോകുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറയുന്നു പാർട്ടിയിൽ ഇത് ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന്. നിങ്ങളുടെ നേതാക്കളിൽ ഒരാളായ B. ഗോപാലകൃഷ്ണൻ ഇന്ന് അടർക്കളത്തിൽ സംസാരിക്കുമ്പോൾ SKനോട് പറഞ്ഞു വെറും ചീളാണ് സന്ദീപ് വാര്യർ എന്ന്. പക്ഷെ സന്ദീപ് വാര്യർ പറയുന്നത് അങ്ങനെയല്ല. ഞാൻ പാർട്ടി വിടുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം K. സുരേന്ദ്രനും സംഘവും ആണ്, അവരാണ് അതിൻ്റെ ഉത്തരവാദികൾ എന്നാണ്. ധർമ്മരാജൻ്റെ ഫോൺ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ എൻ്റെ പേര് കാണില്ല എന്നും പറഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം അവിടെ ഒരു ഏകാധിപത്യ പ്രവണത നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ഈ BJP. അതുകൊണ്ട് ഇനി അവിടെ തുടരാൻ കഴിയില്ല എന്നാണ്. നേതൃത്വം ശരിക്കും ഭയപ്പെടേണ്ടതല്ലേ സന്ദീപ് വാര്യരുടെ ഈ പോക്കും അതിനുശേഷം വന്ന ഈ വാക്കും? ഗോപികൃഷ്ണ, 24 ന്യൂസ് ഈ വിഷയത്തെ ദിവസം ചർച്ച ചെയ്യും എന്ന് പറഞ്ഞാൽ ഇന്നും നാളെ ആ പാലക്കാട് തെരഞ്ഞെടുപ്പ് 20-ാം തീയതി വരെ ചർച്ച ചെയ്യും. അത് കഴിഞ്ഞാൽ 24-നും ഈ ചർച്ചയൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഗോപികൃഷ്ണൻ എന്ന് പറയാം. രണ്ട് കാര്യങ്ങളുള്ളത്. അദ്ദേഹം ഇന്നത്തെ ഒരു ന്യൂസിൽ ഞാൻ നിങ്ങളെ പ്രസ്സുകാരുമായി സംസാരിക്കുന്നത് കണ്ട് സ്നേഹത്തിൻ്റെ കടയിലേക്ക് അദ്ദേഹം പോയി എന്നുള്ളതാണ്. ശരി, നല്ല കാര്യം. അവിടെ നല്ല തേനിലാവും ചോക്ലേറ്റും അതുപോലെ നല്ല കപ്പലണ്ടി മിഠായിയൊക്കെ മേടിച്ച് കഴിക്കട്ടെ. ഇതിൽ പണ്ട് കാർന്നവന്മാർ, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരു കാർന്നവന്മാരുണ്ട്. ഈ കാർന്നവന്മാർ നാട്ടിൻപുറങ്ങളിലൊക്കെ പറയുന്നൊരു ശീല് കണ്ടിട്ടുണ്ടോ? എന്താണുള്ളത്? ഭാര്യാഗൃഹേ പരമസുഖം, പക്ഷേ പുനരെട്ട് കഴിഞ്ഞാൽ എന്തിന് സമം? ഒരു നാട്ടിൻപുറം വിഷയമുണ്ട്, അതുപോലെയാവും ഇതൊക്കെ. ഈ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം അതൊരു നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയല്ല ഗോപികൃഷ്ണ. ഇത് എന്നാ BJP-ക്ക് MLA ഉണ്ടായത്? BJP-ക്ക് MLA ഉണ്ടായത് 2016 ശ്രീ O. രാജഗോപാൽജി, 2015 15 16. അത് MP ഉണ്ടായത് എപ്പോഴാണ്? 21. BJP അതിനു മുൻപും ഈ നാട്ടിൽ പ്രവർത്തിച്ചിരുന്നു ഇല്ലേ? BJP പ്രവർത്തകർ, സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊക്കെ ഈ നാട്ടിനകത്ത് പ്രവർത്തിച്ചിരുന്നത് ഒരു കാരണവശാലും ഒരു നേതാക്കൾ, നേതൃത്വം ഇത്യാദികളുപരി ഇതിലൊക്കെ അണികളാണെന്ന്. എത്ര അടിസ്ഥാനവർഗ പ്രവർത്തകരാണെന്നറിയോ അതിൻ്റെ പുറകിൽ? അവരുടെ കഷ്ടപ്പാട് ഈ ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ഈ ചാനൽ ചർച്ചകൾ, നമ്മളെ റൂമിൽ ഇങ്ങനെ പാനലിസ്റ്റുകളൊക്കെ ആയി വന്നത് എപ്പോഴാണ്? എത്ര കാലം കിട്ടാൻ? അതിനു മുൻപ് ഈ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചത് മുഴുവൻ ഈ ചക്രം ചവിട്ടിയിട്ട്, സൈക്കിൾ ചവിട്ടിയിട്ട് ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് പ്രവർത്തിച്ചു കൊണ്ടുവന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഞങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്നില്ലല്ലോ കേരളത്തിൽ. ഇപ്പോഴും ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എന്നോട് ഇഷ്ടം തോന്നുന്നില്ല, എനിക്ക് അവിടെ ഇരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതൊക്കെ അതൊക്കെ ഒരു ബാലിശമായിട്ടുള്ള ആവശ്യങ്ങളാണ്. ഇവർക്കൊക്കെ ഉദ്ദേശങ്ങളും ഉദ്ദേശ ലക്ഷ്യങ്ങളും ഉണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടക്കാതെ വരുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ എന്താണോ ഇവർ പറഞ്ഞത് ആ പറഞ്ഞതിനൊക്കെ മാറ്റി പറയുക എന്നുള്ളതാണ്. ഇദ്ദേഹം തന്നെ പറഞ്ഞിരുന്നതാണോ ഓട്ടക്കാരൻ്റെ പാർട്ടി, നടത്തക്കാരൻ്റെ പാർട്ടി എന്നാണ്. എന്ന് പറഞ്ഞാൽ രാഹുലിനെ ഇദ്ദേഹം പറയുക നടത്തക്കാരൻ എന്നാണ്. മറ്റേ അവരുടെ ജാതി ഉണ്ടായിരുന്നല്ലോ കോൺഗ്രസിൻ്റെ, ആ നടത്തക്കാരനെ വിളിക്കേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടല്ലോ. നിങ്ങളുടെ മറ്റേ ഭാരത് ജോഡോ യാത്രയുടെ നടത്തക്കാരൻ്റെ പാർട്ടി എന്നാണ് ഇദ്ദേഹം എപ്പോഴും പറയാറ്. നെഹ്റുവൻ കാലഘട്ടവും കുടുംബവാഴ്ചയെക്കുറിച്ചൊക്കെ ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ അറിയണം. നരേന്ദ്രമോദിജിയെ ഇദ്ദേഹം ഇനി തിരുത്തി പറയണമല്ലോ. ഇതൊക്കെ എന്താണ് ഈ രാഷ്ട്രീയം? ഗോപികൃഷ്ണൻ നേരത്തെ പറഞ്ഞില്ലേ, രാഷ്ട്രീയക്കാർ ഇന്ന് കണ്ടത് നാളെ കാലത്ത് അങ്ങോട്ട് പോകുന്നു, മറ്റന്നാൾ കാലത്ത് ഇങ്ങോട്ട് വരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് പറഞ്ഞില്ലേ. ഇവിടെ ഇവരൊക്കെ ചർച്ച ചെയ്താലും ഇതിനകത്ത് ഒരുപാട് അണികളുണ്ട് ഗോപികൃഷ്ണൻ. ഇത് നേതാക്കന്മാരുടെ പാർട്ടിയൊന്നുമല്ല. ഈ നേതാക്കന്മാരാകുന്നത് എങ്ങനെയാണ്? ഈ അണികൾ അംഗീകരിക്കുമ്പോഴല്ലേ, അണികൾ കൈയടിക്കുമ്പോഴല്ലേ. ശ്രീ ഉല്ലാസ് ബാബു, താങ്കൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളോടുള്ള എൻ്റെ ചോദ്യം. ഒന്ന്, താങ്കൾ പറഞ്ഞത് നേതാക്കൾ അല്ലെങ്കിൽ നേതാക്കളെ മഹത്വവൽക്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഇടം കൊടുത്തുകൊണ്ടോ അല്ല ഭാരതീയ ജനതാ പാർട്ടിയോ അല്ലെങ്കിൽ ഈ സംഘടനകൾ പ്രവർത്തിക്കുന്നതെന്ന്. ഇന്ന് സന്ദീപ് വാര്യർ വെച്ച് നരേന്ദ്രമോദിയെ മാറ്റി നിർത്തി മത്സരിക്കാൻ BJP-ക്ക് കഴിയുമോ എന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ചോദ്യം ആവർത്തിച്ചതേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, പത്മജ വേണുഗോപാലിനെ അനിൽ കെ ആന്റണിയും ഒക്കെ BJP സ്വീകരിക്കുമ്പോൾ എന്താണ് BJP-യുടെ നയം?
ഗോപികൃഷ്ണൻ, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, BJPയെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ നാട്ടിൽ പ്രവർത്തിച്ചു വന്നതിൻ്റെ ചരിത്രം ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. അദ്ദേഹത്തിന് ഇതൊക്കെ ചോദിക്കാമെന്ന് ഇന്ന് കാലത്ത് പത്രസമ്മേളനം നടത്തിയിട്ട്, ഇപ്പോൾ പണ്ട് നമ്മൾ കരുണാകരൻ DICയിൽ പോയത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 19,000 ഒരുപാട് പേര് ഇങ്ങനെ നിരത്ത് നിർത്തിയിട്ടുള്ള വലിയ സമ്മേളനങ്ങളായിരുന്നല്ലോ അണികളൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. ഇങ്ങനെ അല്ലല്ലോ ഇപ്പോഴത്തെ പോക്കും വരവൊക്കെ. നമ്മളിതിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. പാലക്കാട് തെരഞ്ഞെടുപ്പിന് 2 ദിവസം ഉണ്ടാവും നിങ്ങളുടെ ഈ യുദ്ധങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തകർ, ഞങ്ങളുടെ അണികൾ എന്ന് പറയപ്പെടുന്ന ഒരു വലിയ വിഭാഗം, അവരാണ് ഞങ്ങളുടെ ശക്തി എന്ന് പറയപ്പെടുന്നത്. ആ ശക്തിയിൽ ലെവലേശം വെള്ളം ചോരൂല്ല. അല്ലല്ല ശ്രീ ഉല്ലാസ് ബാബു, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതാ ഞാൻ ചോദിച്ചത്. പത്മജ വേണുഗോപാലിനെ നിങ്ങൾ ഷോൾ അണിയിച്ച് സ്വീകരിക്കുമ്പോൾ ഇതേപോലെയാണോ നിങ്ങൾ കരുതിയിരുന്നത്? ആ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് 2 ദിവസം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പത്മജയെ ബാക്ക് സീറ്റിൽ ഇരുത്താം എന്നാണോ നിങ്ങൾ കരുതിയിരുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. പിന്നെ പാർട്ടികളുടെ പ്രവർത്തന പാരമ്പര്യത്തെക്കുറിച്ച് എനിക്ക് ഒരു തരത്തിലുള്ള ആക്ഷേപവും ഇല്ല. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് വേരൂന്നി നിൽക്കുന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തന പാരമ്പര്യം. ഇടതുപക്ഷ പാർട്ടികൾ രാജ്യത്തിലും കേരളത്തിനകത്തും അവർ നടത്തിയിട്ടുള്ള സാമൂഹിക മുന്നേറ്റങ്ങളുടെ നീണ്ട ചരിത്രം അവർക്ക് പറയാനുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ കാലത്തും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചും ഈ സമൂഹത്തിൻ്റെ ഓർമ്മയിൽ ഒരിക്കലും മായാത്ത മുദ്രകൾ പതിപ്പിച്ചും തന്നെയാണ് ഇന്നവരുടെ കൊടികൾ പാറുന്നത്. BJPക്കും അങ്ങനെ അവകാശപ്പെടാം. ഞാൻ പറഞ്ഞത് അതൊന്നുമല്ലല്ലോ നിലവിലെ വിഷയം. ആ നിലയിൽ മഹത്വവൽക്കരിച്ചിട്ടല്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അല്ലല്ല, ഗോപികൃഷ്ണൻ പറഞ്ഞതിലൊരു തെറ്റുണ്ട്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഗോപികൃഷ്ണൻ പറഞ്ഞ തെറ്റ് എന്ന് പറയപ്പെടുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വാദത്തിനാണ് കറക്റ്റായിട്ടുള്ള വാല്യൂ ഉള്ളത്. കാരണം ഗോപികൃഷ്ണൻ കോൺഗ്രസിനെ കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടേതായ ചരിത്രമുണ്ട്, ഒരു സംശയമില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമൊക്കെ സർക്കാരുകൾ ഉണ്ടാക്കുകയും അധികാരത്തിൽ വരികയും ഭരണം നടത്തുകയൊക്കെ ചെയ്യുമ്പോഴും ഞങ്ങൾ ഇപ്പുറത്ത് ഞങ്ങൾക്ക് അധികാരമില്ല, ഞങ്ങൾക്ക് ജയം ഞങ്ങളുടെ അരികിലേക്ക് എത്തിയിട്ടില്ല, ഞങ്ങൾ അധികാരത്തിലേക്ക് കേരളത്തിൽ എത്തിയിട്ടില്ല. ഞങ്ങൾ കേന്ദ്രത്തിൽ 3ാമത്തെ തവണ ഞങ്ങൾ ഭരിക്കുന്നുവെങ്കിൽ തന്നെ കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിലെത്തിയിട്ടില്ല. ഞങ്ങൾക്ക് നിരവധി MLA-മാരില്ല, നിരവധി MP-മാരില്ല, ഒരു MP മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. സ്വാഭാവികമായിട്ട് ഇത്രയൊക്കെ അധികാര സംവിധാനങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ പോലും ഈ പാർട്ടി ഇപ്പോഴും നിലനിന്നിരുന്നതും ഇപ്പോഴും പ്രവർത്തിക്കുന്നതും ഒരു കാലഘട്ടത്തിൽ ഈ ആശയാദർശങ്ങൾ ഈ സമൂഹത്തിൽ നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിക്കും. അത് സമൂഹത്തിനോട് കൺവേ ചെയ്യാൻ ഞങ്ങൾക്ക് 100% പറ്റുമെന്നുള്ള ആ ബോധ്യത്തോടുകൂടി ഇത്ര കാലം ഞങ്ങൾ നിന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കൊക്കെ അധികാരങ്ങളും സർക്കാർ ഉണ്ടാക്കലും ഒക്കെ നടന്നിട്ടുണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് അതില്ലാതെയും ഞങ്ങൾ ഇത്രയും ശക്തിയായി വരുന്നത് ഈ അണികൾ എന്ന് പറയപ്പെടുന്ന വലിയ വിഭാഗത്തിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനം, നിസ്വാർത്ഥമായ സേവനം, ആത്മാഭിമാനത്തിൽ അവർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഒരു കാലഘട്ടത്തിൽ അവർ എടുക്കുന്ന പണിയുടെ ഒരു വിഹിതം മാറ്റിവെച്ച് ഉണ്ടാക്കി കൊണ്ടുവന്ന പ്രസ്ഥാനമാണെന്നേ. ഇന്നും അങ്ങനെ തന്നെയാണ് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അണികൾ വളരെ കൃത്യമാണ്. അവർ കയ്യും മെയ്യും മറന്ന്. ഞാൻ സത്യത്തിൽ അതൊന്നുമല്ല ചോദിച്ചത്. കെ സുരേന്ദ്രനെ കുഴപ്പത്തിലാക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടാകില്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ എൻ്റെ പേരില്ല എന്ന് പറഞ്ഞതാണ് എൻ്റെ ചോദ്യം. ഇവിടെ കെ സുരേന്ദ്രനും സംഘവും കാരണമാണ് എനിക്ക് പുറത്തിറങ്ങേണ്ടി വരുന്നത് എന്ന് പറഞ്ഞതാണ് എൻ്റെ ചോദ്യം. എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ ചിത്രം എന്ന് മാത്രം കരുതുന്ന നേതൃത്വത്തിൻ്റെ കീഴിൽ ഞാൻ ശ്വാസം മുട്ടുകയായിരുന്നു എന്ന് പറഞ്ഞതാണ് എൻ്റെ ചോദ്യം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോഴും ഒക്കെയായിരുന്നു ആ ഒരു തിങ്ങലും വിങ്ങലും ഉണ്ടാകുന്നത്. എൻ്റെ ഗോപികൃഷ്ണൻ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്, ഈ പാർട്ടിയിലുണ്ടായിരുന്ന ആളാണ്. നിങ്ങളടക്കമുള്ള സ്ഥലത്ത് എത്രയോ ചർച്ചകളിൽ പങ്കെടുത്തിരിക്കുന്നു. 35, 40, 45 കൊല്ലം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് അതേപോലെ അവസരങ്ങൾ കിട്ടാത്തതിൻ്റെ അപ്പുറത്ത് എത്രയോ അവസരങ്ങൾ കിട്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ട് വേറൊരു രാഷ്ട്രീയ സംഘടനയിലേക്ക് പോകുമ്പോൾ അങ്ങനെ തന്നെ പറയുള്ളൂ. ഞങ്ങൾക്കിതിൽ ചെയ്യാൻ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷന് ചെയ്യാനുള്ളത് എന്താണ്? അദ്ദേഹം ചിരിച്ചുകൊണ്ട് അത് കൈമാറിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി അത് സ്വീകരിച്ചോട്ടെ, കോൺഗ്രസ് പാർട്ടി കൊണ്ടു നടന്നോട്ടെ, കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് സ്നേഹം വാരിക്കൊരിഞ്ഞു കൊടുക്കട്ടെ. ആ അതായത് സന്ദീപ് വാര്യരുടെ ഈ കൂടുമാറ്റം കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കുമോ എന്നതല്ല എനിക്ക് താങ്കളിൽ നിന്ന് അറിയാനുള്ളത്. സരിനാകട്ടെ അല്ലെങ്കിൽ സന്ദീപ് വാര്യരാകട്ടെ, ഇവരൊക്കെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സ്വീകരിക്കുന്ന നിലപാടുകളുമായിട്ടാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നത്. മാത്രമല്ല ഇവരെല്ലാം ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് അംഗത്വത്തിലേക്ക് കടക്കുന്നതിന് മുൻപ്, അതായത് സരിൻ CPM-ലേക്ക് എത്തുന്നതിന് മുൻപ് അല്ലെങ്കിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുന്നതിന് മുൻപ് ഇവരെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. സരിനെ കുറിച്ച് കേട്ടാൽ താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, BJP നേതൃത്വവുമായി ചർച്ച നടത്തുന്നു, അതിനുശേഷം പിന്നീട് ഇടതുപക്ഷത്തേക്ക് പോകുന്നു, സീറ്റ് ഉറപ്പാക്കുകയായിരുന്നു സരിൻ്റെ ലക്ഷ്യം എന്നതായിരുന്നു നേരിട്ട് ഒരു ആക്ഷേപം. സമാനമായ രീതിയിൽ തന്നെ സന്ദീപ് വാര്യരെ കുറിച്ചും അഭ്യൂഹങ്ങളുണ്ടായി.
ആദ്യം AK ബാലന്റെയും MP രാജേഷിന്റെയും പ്രതികരണങ്ങളിൽ നിന്ന് CPM നേതൃത്വവുമായി ചർച്ച നടത്തുന്നുവെന്ന്, പിന്നീട് നമ്മൾ കേട്ടത് മണ്ണാർക്കാട്ടെ CPയുടെ പ്രാദേശിക നേതൃത്വവുമായി മണ്ണാർക്കാട്ടെ സീറ്റിന് വേണ്ടി അത് ഉറപ്പാക്കിക്കൊണ്ട് അങ്ങോട്ട് പോകാൻ ചർച്ചകൾ നടക്കുന്നു എന്ന് സന്ദീപ് വാര്യർ അതൊക്കെ തള്ളി പറഞ്ഞെങ്കിലും. അപ്പോൾ ഇങ്ങനെ സ്വന്തം സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് അതിനനുവാദം കിട്ടുന്ന അതിനനുമതി കിട്ടുന്ന ഇടത്തേക്ക് പോവുക, ബാക്കിയെല്ലാം പിന്നീട് ബാക്കി എല്ലാ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ബോധ്യങ്ങളും അതിനെ അങ്ങ് പണയപ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ട് പോവുക എന്ന തീരുമാനത്തിലേക്ക് ഈ നേതാക്കൾ മാറുന്ന ഉത്തരേന്ത്യൻ ശൈലി കേരളത്തിൽ കാണുകയാണ്. ഞാൻ OK വാസു മാസ്റ്ററൊക്കെ പോയ കാര്യം വിസ്മരിക്കുന്നില്ല. അങ്ങനെ മാറുകയാണോ കേരളം താങ്കളുടെ നിരീക്ഷണത്തിൽ? ഒരു കാര്യം ഗോപികൃഷ്ണൻ, തുടക്കത്തിൽ എൻ്റെ പൊതു അഭിപ്രായം, അധികാര രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, ധാർമ്മിക രാഷ്ട്രീയമല്ല എന്ന കാര്യം ആദ്യം തീരുമാനിക്കുക. എല്ലാവരും ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അദ്ദേഹത്തോട് മുഖ്യമന്ത്രി ആവുമോ അങ്ങെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രി ആകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് അസത്യമാണ്, പക്ഷേ മുഖ്യമന്ത്രി വേറെ രീതിയിലാണ് തീരുമാനിക്കപ്പെടുക. ഞാൻ പറഞ്ഞത് ജയപ്രകാശ് നാരായണൻ്റെയോ എന്തിന് മഹാത്മാഗാന്ധിയുടെയോ ഒരു രാഷ്ട്രീയം അല്ല ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് അധികാരവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമേ ഇതിൽ അർത്ഥമുള്ളൂ. അതൊരു കാര്യം. പിന്നെ ജനാധിപത്യത്തിൽ ആർക്കും ഏത് സമയവും പാർട്ടി മാറിയ നൂറുകണക്കിന് ആളുകളുണ്ട്. കോൺഗ്രസിന് CPMലേക്ക് പോയവരുണ്ട്, CPMന്ന് BJPയിലേക്ക് പോയവരുണ്ട്, കോൺഗ്രസിന് BJPയിലേക്ക് പോയവരുണ്ട്. ഇപ്പോൾ വളരെ ധാർമ്മികമായി BJPയുടെ സുഹൃത്ത് പറയണ കേട്ടിട്ട് എനിക്ക് ശരി വന്നുപോയി. MLAമാരെ കൂറുമാറ്റി മന്ത്രിസഭ ഉണ്ടാക്കിയ ആളുകളാണ് ഇപ്പോൾ ധാർമ്മികത നമ്മളോട് പറയുന്നത്. ജയിച്ച് ജനങ്ങളുടെ MLA ആയി വന്ന ആളുകളെ ഇപ്പോൾ ഗോവയിലെ നിരവധി ഇടങ്ങളിൽ, മണിപ്പൂരിൽ, ഗോവയിലൊക്കെ നമ്മൾ കണ്ടതാണ്, അവരെ കാല് മാറ്റി കൂറുമാറ്റി ഇപ്പുറത്ത് ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തി ഭൂരിപക്ഷത്തിൻ്റെ അധികാരത്തിൽ എത്തിച്ച ആളുകളാണ് BJP. ഞാൻ BJPക്ക് മാത്രമായിട്ട് ധാർമ്മികത വേണമെന്ന് പറയുന്ന ആളല്ല, അത് നമുക്ക് പ്രതീക്ഷിക്കാനും വയ്യ. രണ്ടാമത്തെ എൻ്റെ നിലപാട്, BJPയിൽ നിന്ന് ഏത് പാമ്പ് കുഞ്ഞു പോയാലും ഞാൻ അതിനെ സ്വാഗതം ചെയ്യും. അതെൻ്റെ നിലപാടാണ്. കാരണം ഞാൻ BJPക്ക് എതിരാണ്. BJP ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് രാഷ്ട്രീയ നിലപാടാണ്. അപ്പോൾ BJPക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷമുണ്ടാക്കുന്ന, അതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ AK ബാലൻ പറഞ്ഞതുപോലെ CPMലേക്ക് പോയാലും, മണ്ണാർക്കാട് CPI ആയിട്ട് പോയാലും, ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയാലും, സന്ദീപ് വാര്യർ പോയത്, സന്ദീപ് വാര്യരുടെ വ്യക്തിപരമായ മെറിറ്റ് കോൺഗ്രസിലേക്ക് പോകുമ്പോഴൊന്ന്, CPMലേക്ക് പോകുമ്പോൾ വേറൊന്ന് എന്ന് പറയുന്ന രാജേഷിൻ്റെ നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. സന്ദീപ് വാര്യർ ഒരാളാണ്. മൂന്നാമത്തെ വിഷയം മുരളീധരൻ പറഞ്ഞതാണ്. ഇതെങ്ങനെ നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും? സന്ദീപ് വാര്യർക്കും കോൺഗ്രസിനും ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയുണ്ട്. CPM ആ ബാധ്യത വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തു. അതാണ് എനിക്ക് സരിനോടുള്ള പ്രശ്നം. സരിന് മാറാനുള്ള എല്ലാ അവകാശമുണ്ട്. പക്ഷേ സരിൻ തൻ്റെ നിലപാട്, പിണറായി വിജയനെ അടിമുടി തെറി പറയുന്ന നിലപാടുകൾ തലേ ദിവസം വരെ ഇട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ വന്ന് ഞാൻ കോൺഗ്രസ് CPMൻ്റെ സ്ഥാനാർത്ഥിയാണെന്ന് പറയാം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ടൈം കൊടുക്കൂ. ഒരാളെ ഇപ്പം ഞാൻ CPMൽ 30 വർഷം മെമ്പറായിരുന്ന ആളാണ്. രാവിലെ ചെറിയ ചെന്ന് ഞാൻ CPMലാണെന്ന് പറഞ്ഞാൽ എന്നെ CPMലൊന്നും എടുക്കുക, CPMലെന്നല്ല അതിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കില്ലായിരുന്നു ആ കാലത്ത്. കാരണം എന്താ, അവിടെ ആദ്യം ഒരുപാട്, ഇപ്പോൾ ജയരാജന് അറിയാം, അവിടെ ഒരുപാട് കടമ്പകൾ കിടന്നിട്ടാണ് നിങ്ങൾ CPMൽ ഒരു മെമ്പർഷിപ്പ് കിട്ടുന്നത്, ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഗോപികൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്. ഒരു പ്രത്യയശാസ്ത്ര ദാർഢ്യത്തിൻ്റെയും പ്രശ്നം നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രശ്നമേ ഇല്ല. ഇതിൽ കാര്യം തീർച്ചയായിട്ടും അതിൽ അധികാരമോഹമുണ്ട്. ഞാൻ സന്ദീപ് വാര്യർ അധികാരമോഹി അല്ലാത്ത ഒരാളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിനും അധികാരമോഹമുണ്ട്, സരിനും അധികാരമോഹമുണ്ട്. ഇപ്പോൾ നേരത്തെ OK വാസു മാസ്റ്റർ കാര്യം പറഞ്ഞു. OK വാസു മാസ്റ്റർ എന്ന വലിയ വിഷം, ഇത് അദ്ദേഹം ഒരു പ്രതിയായിരുന്നു. OK വാസു മാസ്റ്റർ മാത്രമല്ല ഗോപികൃഷ്ണ, പട്ടാമ്പി കോളേജിലെ സെയ്താലിയുടെ കൊലപാതകിയായിരുന്ന ശങ്കരനാരായണൻ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ വേറൊരു പേരിൽ കുന്നംകുളത്തെ MLA ആവുന്നു CPMൻ്റെ. സെയ്താലി എനിക്ക് വൈകാരികമായി ബന്ധമുള്ള ആളാണ്. അന്ന് ഞാൻ SFIയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. സെയ്താലിയുടെ കൊലപാതകികളിൽ ആണെന്ന് ഞങ്ങളൊക്കെ നിരന്തരം വിളിച്ചു പറഞ്ഞാൽ ഇദ്ദേഹമാണെന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പേര് പറഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ്. ശങ്കരനാരായണൻ എന്നുള്ള പേര് മാറ്റി ബാബു എന്നൊരു പേരാക്കി. ഞാനിപ്പോൾ അതിൻ്റെ വ്യക്തിപരമായി പറയാനല്ല. എന്ന് പറഞ്ഞാൽ OK വാസു എങ്ങനെയാണ് വന്നത്? OK വാസു കർഷക സംഘത്തിൻ്റെ നേതാവായി. ഇപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എൻ്റെ വീട്ടിന് മുമ്പിൽ വെച്ചിട്ടാണ്, എൻ്റെ വീട്ടിന് തൊട്ടടുത്ത് വെച്ചിട്ടാണ് KV തോമസ് മാഷ് കേരളയിൽ ഇല്ലാത്തതുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പാലാരിവട്ടത്ത് എത്താൻ വൈകിയെന്ന് പറഞ്ഞത്. കേരളയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ എത്തിയെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ കാല് പിടിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹത്തിന് 3 ലക്ഷം രൂപ പ്രതിമാസം ചിലവുള്ള ഒരു ജോലി കൊടുക്കുന്നു. CPMനെ സംബന്ധിച്ച് അക്കാര്യത്തിൽ എനിക്ക് സന്തോഷമാണ്. ശോഭന ജോർജ് മഹാഗാന്ധിയനായതുകൊണ്ട് ഖാദി കൊടുക്കുന്നു. അനിൽകുമാർ വലിയ ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് ദേവസ്വം ബോർഡിൻ്റെ കൊടുക്കും. OK വാസു മാസ്റ്റർ കർഷക സംഘത്തിൻ്റെ നേതാവാകുന്നു. കോൺഗ്രസ് അങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയില്ല. കൊടുക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം എനിക്കുള്ളത്. കാരണം അല്ലെങ്കിൽ ഈ ആളുകൾ മാറുന്നതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടുള്ള പ്രശ്നം എന്താ?
പ്രശ്നം ഗോപീഷൻ ചോദിച്ച ഏറ്റവും പ്രധാന പോയിന്റിലേക്ക് വരുന്നു. രാഷ്ട്രീയത്തിന് പ്രത്യയശാസ്ത്രം ആവശ്യമാണോ? അല്ല. പ്രത്യയശാസ്ത്രത്തിൽ ഗാന്ധി പറഞ്ഞൊരു വളരെ പ്രസിദ്ധമായ ചൊല്ലുപണി നമുക്ക് ആർക്കും കൂട്ടി. എന്താണെന്നറിയോ? ഞാൻ ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞത് തെറ്റായിരുന്നു എന്നും ഇന്ന് പറഞ്ഞതാണ് ശരി എന്നുമാണ് ഗാന്ധി പറഞ്ഞത്. അത് വളരെ വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇന്നലെ പറഞ്ഞതിനെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് എനിക്ക് ഇന്ന് പറയാൻ കഴിയും ഇന്നലെ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് ബോധ്യം വന്നാൽ. പക്ഷേ അത് ഗാന്ധിക്ക് മാത്രം ബോധ്യപ്പെട്ടാൽ പോരാ. ഗാന്ധി പറഞ്ഞു എനിക്ക് മാത്രം ബോധ്യപ്പെട്ടാൽ പോരാ, മറ്റാളുകളെയും ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. അതെ അതെ അതെ, ഗാന്ധി പറഞ്ഞത് അങ്ങനെയാണ്. അതായത് ഇന്നലെ പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്ന് തിരുത്തുകയും അത് ശരിയാവുകയും ചെയ്യുമ്പോൾ അത് എങ്ങനെ ശരിയാകുന്നു എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വം എനിക്കുണ്ടെന്നുള്ളതാണ്. തീർച്ചയായും അവിടെയാണ് ഞാൻ പറഞ്ഞു. ആ ബാധ്യത കോൺഗ്രസിനെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ സന്ദീപ് വാര്യർക്ക്? അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്ക് പാലക്കാട്ടെയോ കേരളത്തിലെയോ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ? ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ അതിന് പല എന്തുവഴി വരട്ടെ, അതിനെപ്പറ്റി ഇപ്പം നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യരുടെ മാറ്റം എത്രത്തോളം ബോധ്യമുണ്ടാക്കും? തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഒരു ഷോക്ക് തന്നെയാണ്. ബി ജെ പിക്ക് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ജനങ്ങളുണ്ട്, ഇതൊക്കെ എല്ലാ പാർട്ടിക്കും ഉണ്ടെന്നേ, എല്ലാ പാർട്ടിക്കും അണികളുണ്ട്. ഈ പാർട്ടിയുടെ ഒക്കെ നേതാക്കന്മാർ മാറുമ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് എത്രയോ നേതാക്കന്മാരെ ബി ജെ പി സ്വീകരിച്ചിട്ടുണ്ട്, എത്രയോ നേതാക്കന്മാർ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് CPM-ൻ്റെ ഒരു MLA ആയിരുന്നില്ലേ അൽഫോൺസ് കണ്ണന്താനം? CPM-ന് സപ്പോർട്ട് ചെയ്തൊരു MLA അൽഫോൺസ് കണ്ണന്താനം ഒരു സുപ്രഭാതത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. നമ്മളിതൊക്കെ കണ്ടതായി. കേരളം വിശ്വനാഥ മേനോൻ, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ധനകാര്യമന്ത്രിയായിരുന്ന വിശ്വനാഥ മേനോൻ, CPM-ൻ്റെ വിശ്വനാഥ മേനോൻ എൻ്റെ വളരെ സുഹൃത്തായിരുന്ന ഗുരുനാഥനാണ്. അദ്ദേഹം എൻ്റെ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണ്. ഞാൻ പറഞ്ഞത് ഇതിനൊന്നും ഒരു തെറ്റുമില്ല. ഇതിന് തെറ്റില്ലാതെ എങ്ങനെയാണ്? ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ. ഇപ്പോൾ സന്ദീപ് വാര്യരുടെ മുമ്പിൽ ഞാൻ മുരളീധരനോട് 101% യോജിക്കുന്നു. 101%. കോൺഗ്രസ്സുകാരെയും കേരളീയ സമൂഹത്തെയും ബോധ്യപ്പെടുത്താൻ സന്ദീപ് വാര്യർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ സുരേന്ദ്രൻ്റെ പ്രശ്നം കൊണ്ട് വന്നതോ സതീശൻ്റെ പ്രശ്നം കൊണ്ട് സരീൻ വന്നതോ എന്നൊന്നുമല്ല ഇതിൻ്റെ ന്യായീകരണം. തീർച്ചയായും മാറാം. ഇന്ത്യ രാഷ്ട്രീയത്തെ വർഗീയതയ്ക്കെതിരായി ഞാൻ നിലപാടെടുക്കാൻ തീരുമാനിച്ചു എന്ന് തീരുമാനിക്കുകയും അത് ബോധ്യപ്പെടുത്തുകയും. ഇപ്പോൾ പിണറായി വിജയനെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സരി മാറ്റി പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഒറ്റ വാചകം കൊണ്ട് പിണറായി നമ എന്ന് പറയുകയോ രാഹുൽ ഗാന്ധി നമ എന്ന് പറയുകയോ ചെയ്തുകൊണ്ട് അയാളുടെ രാഷ്ട്രീയം മാറുമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിൽ നരേന്ദ്രമോദി നമ എന്ന് പറഞ്ഞാലും മാറില്ല. കാരണം എന്താ? അതിനപ്പുറത്തുള്ള ഗോപീഷൻ ചോദിച്ച വിഷയം, ഒറ്റ കാര്യം, ഗോപീഷൻ ചോദിച്ച വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ തന്നെയാണ് അതിൻ്റെ മർമ്മം കിടക്കുന്നത് എന്ന് ഞാൻ നോക്കുന്നു. 3 പാർട്ടികളും തങ്ങളിലേക്ക് വന്നാൽ അത് നല്ലത്, തങ്ങളെ വിട്ട് മറ്റൊരു പാർട്ടിയിൽ പോയാൽ അത് മോശം എന്ന് ഇപ്പോൾ നേരത്തെ കാണിച്ച AK ബാലൻ്റെയും മറ്റേ രാജേഷിൻ്റെയും മറ്റാളുകളുടെയും ഒക്കെ തന്നെ ഏറ്റവും പൊള്ളയായ നിലപാടുകളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇത് രാഷ്ട്രീയം ജനങ്ങൾ ചർച്ച ചെയ്യണം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇനി വരുന്ന കാലത്തും എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ ജിൻഡോ, കോൺഗ്രസിനകത്തെ മതനിരപേക്ഷവാദികൾക്ക് മുസ്ലിം ലീഗിന് കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരാളാണോ സന്ദീപ് വാര്യർ ഈ പൂർവാശ്രമത്തിലെ കാര്യങ്ങൾ പരിശോധിച്ചാൽ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുൻപ് അണികളെ ഇപ്പോൾ നേരത്തെ ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞു, സ്വയം ബോധ്യപ്പെട്ടാൽ പോരാ, ഒരു പൊതുപ്രവർത്തകൻ പൊതുസമൂഹത്തെ കൂടി ഈ രാഷ്ട്രീയ കൂടുമാറ്റത്തിൻ്റെ കാരണങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയണം. അതുപോലെ തന്നെ കോൺഗ്രസിനും അവരുടെ അണികളിലും ഒരു വിഭാഗം നേതാക്കളെയും ബോധ്യപ്പെടുത്താൻ കഴിയണം. അതിനൊരു ഉദാഹരണമാണ് K. മുരളീധരൻ്റെ ഇന്നത്തെ പ്രസ്താവന. ഞാൻ അതിലേക്കൊന്ന് പോകുന്നു. ശ്രീ ജിൻഡോ, ഞാൻ താങ്കളിലേക്ക് വരും. ഈ സ്നേഹത്തിൻ്റെ കടയിലെ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം. അല്ലാതെ ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിൻ്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുത്. ഈ സ്നേഹത്തിൻ്റെ കടയിലെ മെമ്പർഷിപ്പ് നിലനിർത്തണം. തുടർന്നുള്ള എല്ലാ കാലഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നിലപാടിനൊപ്പം നിൽക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും വന്നതിൽ സന്തോഷം. ജിൻഡോ, രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 11:45 12 മണിക്കുമാണ് K. മുരളീധരൻ ഈ ഒരു പ്രസ്താവന നടത്തുന്നത്. അതിന് ഏതാണ്ട് 20 മിനിറ്റ് മുൻപ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പ്രേം നസീർ അഭിനയിച്ച ഒരു സിനിമയിലെ ഗാനമാണ് അതിലിട്ടുള്ളത്. താങ്കൾ ശ്രദ്ധിച്ചു കാണും. ഞാൻ 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 എന്ന ഭാവങ്ങളെ എന്ന വരികളാണ് ഇട്ടത്. അതുകൊണ്ട് ആ ഭാവങ്ങൾ ആരെക്കുറിച്ചുള്ള ഭാവങ്ങളാണെന്ന് നമുക്കറിയാമല്ലോ, അണ്ടർസ്റ്റുഡ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനകത്തെ മതനിരപേക്ഷവാദികൾക്ക് മുസ്ലിം ലീഗ് പോലെയുള്ള മതനിരപേക്ഷ പാർട്ടികളെ അവർക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരാളാണോ സന്ദീപ് വാര്യർ? കോൺഗ്രസിനും ബുദ്ധിമുട്ടേണ്ടി വരില്ലേ എന്തിന് സന്ദീപ് വാര്യരെ എടുത്തു എന്ന് അണികളെ ബോധ്യപ്പെടുത്താൻ, ചുരുങ്ങിയ പക്ഷം K. മുരളീധരനെ പോലെയുള്ള നേതാക്കളെ ബോധ്യപ്പെടുത്താൻ? അല്ല ഗോപി, ഞാൻ കുറച്ച് കാലമായുള്ള ചാനൽ ചർച്ചകളിൽ വരുന്നു. ഏകദേശം ഒരു 10-21 വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത്, വിദ്യാർത്ഥി യുവജന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാനൊരു മതനിരപേക്ഷവാദിയല്ലെന്ന് ഒരാളും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ല.
പക്ഷേ എനിക്ക് സന്ദീപ് വാര്യർ വന്നതിന് 100% ഹൃദയവിശാലതയോടെ സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? BJP യിൽ നിൽക്കുന്ന എത്ര ആളുകളുണ്ടോ അത്രയും ആളുകൾ കോൺഗ്രസ് പോലെ ഒരു മതനിരപേക്ഷ പക്ഷത്തേക്ക് കൂറുമാറുന്നുണ്ടെങ്കിൽ അതിനെ 2 കൈയും നീട്ടി ഞങ്ങൾ സ്വീകരിക്കും. കാരണം അത്രയും BJP-ക്കാരുടെ എണ്ണം കുറയുകയാണ്. അത്രയും BJP-ക്കാരുടെ എണ്ണം കുറയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ ശക്തി കൂടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ MP രാജേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇടതുപക്ഷ നിലപാട് സ്വീകരിച്ചാൽ നല്ലത് എന്ന്. സന്ദീപ് വാര്യർ സ്വീകരിച്ച ഇടതുപക്ഷ നിലപാടാണ്. അദ്ദേഹത്തിന് അറിയാം കേരളത്തിലെ ഏറ്റവും നല്ല ഇടതുപക്ഷം കോൺഗ്രസ് ആണെന്ന്. അതുകൊണ്ട് കോൺഗ്രസിൽ ചേർന്നു. വ്യക്തിപരമായി നല്ലയാളാണെന്ന് സന്ദീപ് വാര്യർ BJP-യിൽ നിൽക്കുമ്പോൾ പറഞ്ഞത് AK ബാലനാണ്. BJP-യിൽ നിൽക്കുമ്പോൾ പോലും വ്യക്തിപരമായി നല്ലയാളാണെങ്കിൽ BJP വിട്ട സന്ദീപ് വാര്യർ കുറെ കൂടി നല്ലയാളായിരിക്കുമല്ലോ. അങ്ങനെയുള്ള നല്ലയാളെയാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ദാർശനിക നിലപാട് പരിശോധിച്ചാൽ സന്ദീപ് വാര്യരെ സ്വീകരിക്കാമെന്നാണ് AK ബാലൻ പറഞ്ഞത്. അങ്ങനെ നല്ല നിലപാടുള്ള ദാർശനിക നിലപാടുള്ള സന്ദീപ് വാര്യരാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. നാളെ BJP-യിലെ ഇതിലും ശക്തമായിട്ട് വാദിക്കുന്ന, ഇപ്പോൾ നമ്മോടൊപ്പം ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഈ ഉല്ലാസ് ബാബു അടക്കമുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. അതുവരെ പറഞ്ഞിട്ടുള്ള വർഗീയവാദത്തിന്റെ BJP-യുടെ RSS-ന്റെ സംഘപരിവാർ താല്പര്യങ്ങളെ, ആ നിലപാടുകളെ തള്ളി പറഞ്ഞുകൊണ്ട് കയറി വരണം. ഇവിടെ അല്പം മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, CR നീലകണ്ഠൻ സാറാണ് സൂചിപ്പിച്ചത്. സരിൻ CPM-നെതിരെ, പിണറായി വിജയനെതിരെ കൂട്ട ബലാത്സംഗ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് ആക്ഷേപിച്ച പോസ്റ്റുകൾ ഉൾപ്പെടെ അവിടെ കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ചാനൽ ക്യാമറമാൻമാരൊക്കെ റിപ്പോർട്ടർമാർ ചോദിക്കുമ്പോൾ സരിൻ പറഞ്ഞത് അതൊക്കെ അവിടെ കിടന്നോട്ടെ എന്നാണ്. അദ്ദേഹം ആ നിലപാട് തിരുത്തിയിട്ടല്ല CPM-ന്റെ സ്ഥാനാർത്ഥിയാകുന്നത്. ഇവിടെ സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ നാളിതുവരെ പറഞ്ഞ മുഴുവൻ നിലപാടും തിരുത്തിക്കൊണ്ട് കോൺഗ്രസിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു വർഗീയതയുടെ കാളിയനാണെന്ന് MP രാജേഷിനെ എങ്ങനെയാ പറയാൻ പറ്റുക? CPM-ൽ ചേർന്നിരുന്നെങ്കിൽ മിടുക്കനായിട്ടുള്ള ക്ലാരിറ്റിയുള്ള നേതാവാണെന്ന് MP രാജേഷ് പറയുമായിരുന്നോ? ഇവിടെ സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരെയും കൊന്നുകളഞ്ഞിട്ടില്ലെന്നേ. CPM-ന്റെ സഖാക്കന്മാരെ കൊന്നുകളഞ്ഞ, നിങ്ങൾക്ക് രക്തസാക്ഷികളെ സൃഷ്ടിച്ച OK വാസുവിനെ പോലുള്ള ആളുകളെ സ്വീകരിച്ച് നിങ്ങളുടെ പാർട്ടി കമ്മിറ്റിയിൽ ഇരുത്താൻ നിങ്ങൾക്ക് വലിയ മനസ്സുണ്ട്. അതൊക്കെ നിങ്ങൾ മതനിരപേക്ഷവാദമായിട്ട് പറയുന്നു. ഇവിടെ സന്ദീപ് വാര്യരെ പോലെയുള്ള ആളുകൾ നാളിതുവരെ പറഞ്ഞ നിലപാട് തിരുത്തിക്കൊണ്ട് കോൺഗ്രസിലേക്ക് വരുമ്പോൾ അതൊരു മോശപ്പെട്ട കാര്യമാകുന്നു. ഇവിടെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യമുണ്ട്, മൃദു ഹിന്ദുത്വം കോൺഗ്രസിനുണ്ടെന്ന്. ഈ മൃദു ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അമ്പലത്തിലും പള്ളിയിലും പോകുന്ന പരിപാടിയാണെങ്കിൽ അത് മൃദു ഹിന്ദുത്വം അല്ല, നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഇനി അങ്ങനെ മൃദു ഹിന്ദുത്വമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് പുറത്ത് മുഴുവൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് എന്തിനാ CPM മത്സരിച്ച്? അല്പം നാളം വേണ്ടേ, ഉളുപ്പ് വേണ്ട ഇത്തരം കാര്യങ്ങളൊക്കെ പറയാനായിട്ട്? അടുത്തത് നിങ്ങൾ പറഞ്ഞ 170 കോടി രൂപ റോബർട്ട് വാദ്ര BJP-ക്ക് കൊടുത്തെന്ന് എന്തെങ്കിലും തെളിവുണ്ടോ മാഷേ? വെറുതെ CPM-കാർ തള്ളുന്ന കേട്ട് വെറുതെ വന്ന് വീണ്ടും ആവർത്തിച്ച് തള്ളരുത്. എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഇപ്പോൾ ഹാജരാക്കണം. നിങ്ങൾ നിരന്തരം പറയുന്ന കാര്യമാണ്. ഇനി VD സതീശൻ സവർക്കറുടെ മുമ്പിൽ തിരികെത്തിച്ചെന്ന്, സവർക്കറുടെ മുമ്പിൽ തിരികെത്തിക്കുന്ന എന്തെങ്കിലും ദൃശ്യങ്ങളോ വാർത്തകളോ താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ ഹാജരാക്കണം. വെറുതെ CPM BJP-ക്ക് വേണ്ടിയിട്ടുള്ള വിടുപണി നടത്തരുത്. നിങ്ങൾ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്ര അടിത്തറയെക്കുറിച്ച് നിങ്ങൾ വല്ലാതെ വിഷമിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്ര അടിത്തറയ്ക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് തെളിയിച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയെ തോൽപ്പിച്ചതിന് തുല്യമായിട്ട് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ജയിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് വന്നത്. കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്ര നിലപാടിൽ നിങ്ങൾക്ക് കൂടി ഉറപ്പുണ്ടായിട്ട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM അടക്കമുള്ള ഇടതു പാർട്ടികൾ കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ മുന്നണിയിൽ അണിചേർന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടാതിൽ? അല്ലാതെ നിങ്ങൾ കേരളത്തിലെ കാര്യമാണ് പറയുന്നെങ്കിൽ RSS-ന് വിടുപണി ചെയ്യുന്ന, RSS നേതാക്കന്മാരെ കണ്ട് സന്ധി സംഭാഷണം നടത്തുന്ന, ADGP-യെ സംരക്ഷിക്കുന്ന, പൂരം കളിക്ക് RSS നേതാക്കന്മാരെ BJP നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന, കൊടകര കുഴൽപ്പണ കേസിലെ പ്രതിയായിട്ടുള്ള സുരേന്ദ്രനെ സാക്ഷിയാക്കുന്ന, മാജിക് കാണിക്കുന്ന പിണറായി വിജയന്റെ പ്രത്യയശാസ്ത്ര വ്യതിയാനത്തെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇവിടെ സന്ദീപ് വാര്യർ ഇന്നിപ്പോൾ സന്ദീപ് വാര്യർ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, അതായത് ചരിത്ര ഭൂരിപക്ഷവുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് വിജയിച്ച് കയറാൻ പോകുന്നത് എന്ന്. കോൺഗ്രസിന്റെ നേതാക്കൾ, കെ സുധാകരനെ പോലെ, VD സതീശനെ പോലെയുള്ള സമുന്നതരായ നേതാക്കൾ പറയുന്നുണ്ട്, ഈ സമയത്ത് സന്ദീപ് വാര്യർ വന്നത് പാലക്കാട്ടെ കോൺഗ്രസിന്റെ വിജയത്തിന് തിളക്കം കൂട്ടുമെന്ന്. ഇതേ സന്ദീപ് വാര്യർ 2023 നവംബർ 17 ഇട്ടൊരു പോസ്റ്റാണ്, യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച് ഇരട്ടകളുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചിത്രവുമുണ്ട്. പേന കൊണ്ട് കവിളിൽ കറുത്ത മറുകിട്ടവനാണ് അച്ചു, മറ്റവൻ അപ്പു. ഇങ്ങനെ 1.5 ലക്ഷം വോട്ടിട്ടാണ് മാങ്കൂട്ടം പ്രസിഡന്റായത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചരിത്ര വിജയം ഉറപ്പാക്കാനാണത്രേ സന്ദീപ് വാര്യർ ഇന്ന് കോൺഗ്രസിലേക്ക് വന്നത്. തിരിഞ്ഞുകുത്തില്ലേ? കോൺഗ്രസ് നേതൃത്വത്തിന് അതിന് വിശദീകരണം നൽകേണ്ടി വരില്ലേ? പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കശ്മീരികളെ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചു മൂടുക എന്നത് മാത്രമാണ് ഏക പോംവഴി. ഒരു 3000-ഓ 4000-ഓ എണ്ണത്തിനെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ചു കൊല്ലണം, ബാക്കിയുള്ളവർ തന്നെ ഒതുങ്ങി മര്യാദക്കാരാവും. അനുഭവം ഗുരു. ഈ പോസ്റ്റിട്ട സന്ദീപ് വാര്യരെയാണ് നിങ്ങൾ ആനയിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, പ്രത്യയശാസ്ത്ര നിലപാടുകൾ മാറ്റി ഒരു പാർട്ടിയിലേക്ക് വരുന്നതിനെ തടയുക എന്നതല്ല, മറിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ സന്ദീപ് വാര്യരെ പോലെ ഒരാളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരികയും
എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചരിത്ര വിജയം ഉറപ്പാക്കാൻ ഇത് സഹായിക്കുമെന്നും കോൺഗ്രസ് നിരത്തുന്ന വാദത്തിൻ്റെ യുക്തി എന്താണ് എന്നാണ് താങ്കൾ പറയേണ്ടത്. അല്ലാതെ സന്ദീപ് അത് തിരുത്തിയിട്ടുണ്ട് വന്നല്ലോ എന്ന് പറയുന്നതിനകത്ത് എനിക്ക് എതിർപ്പില്ല. പക്ഷേ അതിൻ്റെ ഇതുകൊണ്ട് ജയിക്കാൻ പോകുന്നു ചരിത്ര വിജയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വാദം അവതരിപ്പിക്കുന്നതിന് എന്ത് യുക്തി? രണ്ട് കാര്യം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം ഗോപി, ബാക്കിയുള്ളവരും മറുപടി പറയട്ടെ, കേൾക്കാമല്ലോ. ഒന്നാമത്തത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടക്കം സന്ദീപ് വാര്യർ നാളിതുവരെ കോൺഗ്രസിൽ ചേരുന്നതിന് മുമ്പ് അദ്ദേഹം BJPയുടെ സ്പോക്സ് പേഴ്സണായിട്ട് നിലനിന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ള മുഴുവൻ വാദങ്ങളെയും കോൺഗ്രസ് തള്ളിക്കളയുക മാത്രമല്ല നഖശിഖാന്തം എതിർത്തിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ള ആളുകൾ അതേ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും ഒരു തർക്കവുമില്ല. അദ്ദേഹം ആ നിലപാട് തിരുത്തി കോൺഗ്രസിലേക്ക് കടന്നു വരുന്നതിനെ എന്തിനു പേടിക്കണം? അദ്ദേഹം BJPയിൽ ഉറച്ചു നിന്നാലല്ലേ നമ്മൾ പേടിക്കണ്ടേ? അല്ലെങ്കിൽ BJPയുടെ കക്ഷിയായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പിണറായി വിജയന്റെ പാർട്ടിയിൽ ചേർന്നെങ്കിൽ നമ്മൾ പേടിക്കണം. അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ഒരു മതനിരപേക്ഷവാദിയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രമേ ഇനി സന്ദീപ് വാര്യറിന് പറയാൻ സാധിക്കുള്ളൂ. രണ്ടാമത്തത്, അദ്ദേഹം വന്നതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ടെന്നേ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാലക്കാട് അടക്കം BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ദേശീയ നേതാക്കന്മാരടക്കം പ്രചരണത്തിന് വന്നല്ലോ. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇത്രയും ദിവസമായിട്ട് എന്തേ BJPയുടെ ഒരു ദേശീയ നേതാവ് പോലും പാലക്കാട്ടേക്ക് എത്തി നോക്കാൻ പോലും തയ്യാറാകാത്തത്? കാരണം തോൽവി BJP പോലും സമ്മതിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ സന്ദീപ് വാര്യരുടെ വരവോടുകൂടി BJPയിൽ തന്നെ K സുരേന്ദ്രന്റെയും പിണറായി വിജയന്റെയും ബാന്ധവത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമുള്ള മുഴുവൻ ചെറുപ്പക്കാരും സന്ദീപ് വാര്യരോടൊപ്പം അണിചേർന്നുകൊണ്ട് കോൺഗ്രസിനോടൊപ്പം അണിചേർന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നുള്ള കാര്യത്തിൽ എന്താ തർക്കമുള്ളത്? ശ്രീ ഉല്ലാസ് ബാബു, താങ്കൾ പറഞ്ഞു ഈ പാർട്ടി ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിലില്ലാതിരുന്നപ്പോൾ ജനപ്രതിനിധികൾ ഉണ്ടാകാതിരിക്കുമ്പോഴും ഈ പാർട്ടി ജനങ്ങൾക്കിടയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാകരുത് അതിനകത്ത് പ്രവർത്തകർ ഉണ്ടാകേണ്ടതെന്ന്. ബലിദാനികളുടെ ഫോട്ടോയ്ക്കെടുത്ത് ശ്രീനിവാസന്റെ ഫോട്ടോയ്ക്കെടുത്ത് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വെച്ച് വോട്ട് പിടിക്കുന്നത് ഇത്രയും തരം താഴാമോ ഒരു പാർട്ടി എന്ന് ചോദിച്ചത് ഇന്നലെ വരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന സന്ദീപ് വാര്യരാണ്. അതുകൊണ്ട് തന്നെ സംഘപ്രവർത്തകർ ഈ പാർട്ടി ഏത് അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്നു എന്ന കാര്യം ഓർക്കണം എന്ന് അവരോട് പറഞ്ഞുകൊണ്ടുകൂടിയാണ്. അപ്പോൾ ഇതൊക്കെ ഈ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ടെന്നും സംസ്ഥാന നേതൃത്വത്തിനെതിരെ, അതായത് K സുരേന്ദ്രനെ പോലുള്ളവർ ഈ പാർട്ടിക്കകത്ത് നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വിമർശനങ്ങൾ പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ പോയത്. ഇത് നിങ്ങൾക്ക് ദോഷം ചെയ്യില്ലേ? ഇനി പറയാനിരിക്കുന്ന കാര്യങ്ങളും BJPയുടെ നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നല്ലേ? ബലിദാനികളെന്ന് പറയപ്പെടുന്നവർ ഗോപികൃഷ്ണൻ എഴുതി വെച്ചോ മനസ്സിൽ കൃത്യമായി കുറിച്ചിട്ടോ ഞങ്ങളുടെ നൂറുകണക്കിന് ബലിദാനികൾ. ഗോപികൃഷ്ണൻ കണ്ണൂർ ജില്ലയെക്കുറിച്ച് അറിയാലോ അല്ലേ? എത്ര അമ്മമാർ മക്കളില്ലാത്തവരായി പോയിട്ടുണ്ടെന്നറിയോ? എത്ര ഭാര്യമാർ വിധവകളാക്കപ്പെട്ടിട്ടുണ്ടെന്നറിയാമോ? എത്ര പിഞ്ചു മക്കൾ അച്ഛനില്ലാതായി പോയതുണ്ട്? ആരും ക്രിമിനൽ ആയതുകൊണ്ടോ മറ്റേ തെമ്മാടി ആയതുകൊണ്ടോ ബലാത്സംഗ കേസിലെ പ്രതികളായതുകൊണ്ടോ അല്ല. ഈ ആശയാദർശം മുറുകെ പിടിച്ച ആത്മാർത്ഥമായിട്ട് അധികാരം ആഗ്രഹിക്കാതെ ഒരു വേദിയിലും കസേര ആഗ്രഹിക്കാതെ ഈ ഫ്ലോറിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടവരാ ആ ബലിദാനികൾ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പാലക്കാട് ശ്രീനിവാസ് ചേട്ടനെ അടക്കമുള്ള സമയത്ത് അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിന് മുമ്പിൽ ആ മോള് കരയുമ്പോഴും സ്വന്തം അച്ഛൻ നഷ്ടപ്പെട്ടിട്ട് ആ കുട്ടി പൊട്ടിക്കരയുന്ന സമയത്ത് ആ കുട്ടി വിളിച്ചത് ഭാരത് മാതാ കി എന്ന് പറഞ്ഞ മുദ്രാവാക്യം, ജയ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചത് എൻ്റെ അച്ഛൻ ഈ ആദർശത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ കൊല ചെയ്യപ്പെട്ടത്. അത് കൃത്യമായിട്ട് ഈ സമൂഹത്തിനകത്ത് ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. യഥാർത്ഥ ദേശസ്നേഹത്തോടു കൂടി ഈ സമൂഹത്തിൽ കൃത്യമായിട്ടുള്ള ഈ ആശയാദർശങ്ങൾ നെഞ്ചിൽ വേറി നടക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ബലിദാനികൾ എന്ന് പറയപ്പെടുന്നത് ഞങ്ങളുടെ ജീവനാണ്, ഞങ്ങളുടെ മനസ്സിലുണ്ട്. അവർ ഉന്നയിച്ച വിഷയങ്ങൾ, അവർ എന്തിനു വേണ്ടി പ്രവർത്തിച്ചു, അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നതും അവർക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങൾ പാലക്കാട് ജയിക്കുന്നതും. അത് സ്നേഹത്തിൻ്റെ കടയിലെ തേനിലാവ് മിഠായി മേടിക്കാൻ പോയ ആളുകൾ എന്തു പറയുന്നു എന്ന് നോക്കിയതല്ല. ആ ബലിദാനികൾ പിടഞ്ഞു വീണ മണ്ണിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ എന്തിനു വേണ്ടി പിടഞ്ഞു വീണോ ആ പിടഞ്ഞു വീണ കാര്യങ്ങൾ നിങ്ങൾ എന്താഗ്രഹിച്ചോ അത് ഞങ്ങളിലൂടെ നിറവേറ്റുമെന്ന് പറയപ്പെടുന്ന കൃത്യമായ കാര്യത്തിന് വേണ്ടിയാണ്. പാലക്കാട് ഒരു സംശയവും വേണ്ട ഗോപികൃഷ്ണ, ഒരു സ്നേഹക്കടയിൽ മിഠായി മേടിക്കാൻ പോയ ഒരു ആളുടെയും ഒരു സംവിധാനവും ഞങ്ങളെ സംബന്ധിച്ചൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ കൃത്യമായ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ പാലക്കാട് ജയിച്ചിരിക്കും. അവിടെ C കൃഷ്ണകുമാർ എന്ന് പറയപ്പെടുന്ന അവിടെ വോട്ടുകൾ രേഖപ്പെടുത്തുന്നത് ഞങ്ങളുടെ BJPക്കാണ്. കൃഷ്ണകുമാർ വിജയിക്കുകയും ചെയ്യും, ഒരു സംശയവും വേണ്ട. ശരി, ഞാൻ ചെറിയ ഇടവേള എടുക്കുന്നു. ഡോക്ടർ B ജയരാജ്, ഈ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവിനെ വിമർശിക്കുമ്പോൾ തൊട്ട് തലേന്നാൾ വരെ പിണറായി വിജയനെ പരസ്യമായി അദ്ദേഹത്തെ വിമർശിക്കുകയും
രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹത്തോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്ത സരിന് സ്ഥാനാർത്ഥിത്വം നൽകിയ CPIM-നും ഇതേപോലെയുള്ള കടമ്പകളില്ലേ? അണികളെ ബോധ്യപ്പെടുത്തുക, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ വോട്ടുകളുടെ കാര്യത്തിൽ ഈ വോട്ട് ചെയ്യുന്ന നാട്ടുകാരെ ബോധ്യപ്പെടുത്തുക, ഈ കടമ്പകളൊക്കെ CPIM-നും ഇല്ലേ? തീർച്ചയായും ഗോപികൃഷ്ണ, ആ കടമ്പകളൊക്കെ CPM-നും ഉണ്ട്. അതുപോലെ തന്നെ സന്ദീപ് വാര്യരോടും CPM വെച്ച കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മുൻ നിലപാടുകളെല്ലാം തള്ളിപ്പറഞ്ഞ ന്യൂനപക്ഷങ്ങളോട് നിരുപാധികം മാപ്പ് പറയണമെന്നുള്ളതാണ്. ആ ഒരു വിഷയത്തിലാണ് ആ ചർച്ച അലസിപ്പോയതെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അതിന് കോൺഗ്രസിന് അത്ര ആർജവമുണ്ടോ? ഇവിടെ നമ്മൾ എത്ര നാഴികയ്ക്ക് 100 വട്ടം പെരപ്പുറത്ത് കയറിയെന്ന് കൂവിയാലും ഇവിടെ BJPയും കോൺഗ്രസുമായിട്ടാണ് സഖ്യമെന്നും മുൻകാല തെരഞ്ഞെടുപ്പുകൾ തെളിയിക്കുന്നുണ്ട്. നേമത്ത് BJPക്ക് ആദ്യമായി MLA ഉണ്ടാക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ്സുകാരാണ്. അതുപോലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് മറിച്ചു കൊടുത്തതും കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ് ലീഗ് BJP സഖ്യമൊന്നും ആദ്യമൊന്നും അല്ലല്ലോ കേരളത്തിൽ നടക്കുന്നത്. അഡ്വക്കേറ്റ് രത്നസിംഗിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ വിളക്ക് കത്തിച്ച കാര്യം പറഞ്ഞത് സവർക്കർ അല്ല ഗോൾവാൾക്കറിൻ്റെ പടത്തിന് മുമ്പാണ്. ഞാൻ പറഞ്ഞതിനകത്തൊരു പിശകുണ്ട്, അത് തെറ്റണം. അതുകൊണ്ട് KSUവിൽ പഠിച്ചിരിക്കുന്ന പ്രസംഗങ്ങൾ അതുപോലെ വന്നങ്ങ് പ്രസംഗിച്ചാൽ പൊതുജനം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് എത്ര ഇനി ആരോപണം ഉന്നയിച്ചാലും CPM-ഉം BJP-ആയിട്ടൊന്നും കേരളത്തിൽ ഒരു സ്ഥലത്തും ബാന്ധവുമില്ല എന്ന് ഇവിടുത്തെ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതിനൊന്നും ഇനി എങ്ങും വരെ പോകേണ്ടുന്ന കാര്യമില്ല. കോൺഗ്രസും BJP-ആയിട്ട് സഖ്യമുണ്ട്. പിന്നെ ഇലക്ട്രൽ ബോണ്ടിൻ്റെത് SBI-കാരനെ രേഖപ്പെടുത്തിയ രേഖകളിലുണ്ട്, വാദ്രയുടെ കമ്പനി കൊടുത്തത്. അതിന് തെളിവുണ്ടോ എന്നൊക്കെ ജിൻഡോ ജോൺ ചോദിച്ചതിന് ആ തെളിവുകൾ തന്നെ താങ്കൾ തന്നെ എടുത്തങ്ങ് പരിശോധിച്ചാൽ മതി. വളരെ വ്യക്തമാണ്. 170 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് കൃത്യമായി റോബർട്ട് വാദ്രയുടെ കമ്പനി കൊടുത്തത് തന്നെയാണ്. അത് പൊതുസമൂഹത്തിലുണ്ട്. അടിച്ചു നോക്കി കഴിഞ്ഞാൽ അത് കിട്ടുക ചെയ്യും. ഒരു മിനിറ്റ് ശ്രീ CR നീലകണ്ഠൻ, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ശ്രീ CR നീലകണ്ഠൻ, സമയം തിരി കടന്നു, അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കണം. ശ്രീ CR നീലകണ്ഠൻ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. അധികാര രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെയാണ് നമ്മുടെ ചർച്ച. താങ്കൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചല്ല. എന്ത് ചെയ്യാം, കാലം അങ്ങനെയാണ്. ആളുകൾ ആ തരത്തിലേക്ക് നമ്മുടെ പൊതുപ്രവർത്തകർ അവരുടെ പെരുമാറ്റ രീതികൾ ആ രീതിയിലേക്ക് മാറിപ്പോയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ പണം കൊടുത്ത് കമഴ്ത്തി അധികാരത്തിലേക്ക് എത്തുന്ന പ്രവണതയൊക്കെ ഇനി കേരളത്തിലേക്കും വരാൻ പോകുന്നു. ഈ മാറിയ രാഷ്ട്രീയ പരിതസ്ഥിതിയിലും പൊതുപ്രവർത്തകരുടെ പെരുമാറ്റ രീതികളിൽ നിന്നുമൊക്കെ എന്നൊരു ആശങ്ക നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരുന്നതാണോ ഈ കൂറുമാറ്റ വാർത്തകൾ? എങ്ങനെയില്ല ഗോപീഷ്ണ, എനിക്ക് വിശ്വാസം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയോ നേതാക്കളെയോ അല്ല, കേരളത്തിലെ ജനങ്ങളെയാണ്. ഇപ്പോൾ എൻ്റെ ഇടതുപക്ഷ സുഹൃത്ത് BJP കോൺഗ്രസ് സഖ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ അതിലൊന്നും തർക്കത്തിലൊന്നും ഞാനില്ല. അപ്പോൾ എന്തായാലും പാലക്കാട്ട് അത് സാധ്യമല്ല. കാരണം 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും കോൺഗ്രസും BJPയുമാണ്. അതുകൊണ്ട് അവിടെ അവർ തമ്മിൽ സഖ്യം ഉണ്ടാക്കിയ പിന്നെ 3-ാം സ്ഥാനത്ത് എന്തുകൊണ്ടാണ് CPM പോയി എന്നുള്ള ഉത്തരം അദ്ദേഹം പറയേണ്ടി വരും. 3-ാം സ്ഥാനത്ത് CPM പോയത് കോൺഗ്രസും BJPയും തമ്മിൽ സഖ്യം ഉണ്ടാക്കിയതുകൊണ്ടാണ്. അപ്പോൾ പ്രശ്നം അങ്ങനെയൊന്നും അതിനെ ലളിതവൽക്കരിക്കണ്ട. ഇത് എൻ്റെ കൂടെ വരുമ്പോൾ അയാൾ നല്ല ആൾ, നിങ്ങളുടെ കൂടെ പോയാൽ മോശം, കണ്ണാടി തല്ലി പൊട്ടിക്കുന്നത് മാധ്യമങ്ങൾക്കെതിരെ ഇടതുപക്ഷം പറയുന്നതും അങ്ങനെ തന്നെയാണ്. കണ്ണാടി മോശമായതുകൊണ്ടാണ് എൻ്റെ പ്രതിബിംബം മോശമാവുന്നത്. കാരണം മാധ്യമങ്ങൾ കണ്ണാടിയാണ്, ജനാധിപത്യമാണ്. അതുകൊണ്ട് എനിക്കിവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിൽ നല്ല വിശ്വാസമുണ്ട്, ജനങ്ങളെ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം. ശരി ശ്രീ CR നീലകണ്ഠൻ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെയും അവരുടെ ജനാധിപത്യ ബോധത്തെയും ജനാധിപത്യ സംവിധാനത്തിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ ജനാധിപത്യ സംവിധാനവും ഒക്കെ മുന്നോട്ട് പോകേണ്ടത്. അവിടെ ആളുകൾക്ക് മറ്റു പാർട്ടികളിലേക്ക് പോകുന്നതിന് തടസ്സമില്ല. നേരത്തെ ശ്രീ CR പറഞ്ഞതുപോലെ തന്നെ ഗാന്ധിയെ ഉദ്ധരിച്ചാൽ ഓരോ ദിവസവും പുതിയ അഭിപ്രായങ്ങൾ നമുക്കുണ്ടാകാം, പുതിയ നിലപാടുകൾ സ്വീകരിക്കാം. പക്ഷെ അപ്പോഴും അത് എങ്ങനെയാണ് ആ നിലപാടിലേക്ക് എത്തിച്ചേർന്നതെന്നും ആ സത്യാന്വേഷണത്തിൽ എന്തൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി എന്നുമൊക്കെ ഒരു പൊതുപ്രവർത്തകൻ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തണം. അപ്പോൾ മാത്രമേ അയാൾക്ക് രാഷ്ട്രീയ ഭാവി ഉണ്ടാകൂ. ഇത് ഓർമ്മപ്പെടുത്തുകയാണ് എൻകൗണ്ടർ. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.